8:45 വരെ ഈസി ആയിട്ട് പോകാം. 9-നകം നിർത്തണമെന്നായിരുന്നു പ്രമാണം. 8:45. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം. ഒരു പഴയ ബൈബിളിലെ ചരിത്രം, മത്തായി സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടയിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഒരു മിനിറ്റ്, എനിക്ക് തോന്നുന്നു അതിൻ്റെ 28-ാമത്തെ 29-ാം അല്ല 29-ഉം 30-ഉം വാക്യങ്ങൾ വായിച്ചാൽ മതി. 29-ഉം 30-ഉം വാക്യങ്ങൾ. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. 31 കൂടെ വായിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനെ സംശയിച്ചു എന്ന് പറഞ്ഞു. മതി. പഴയൊരു വേദഭാഗമാണ്, പക്ഷേ ഇവിടെ ചില പുതിയ ചിന്തകൾ എൻ്റെ മനസ്സിൽ ഇത് വായിച്ചപ്പോൾ വന്നു. ഇവിടെ അത് പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, അതുകൊണ്ട് പറയാൻ പോവാം. ഇന്ന് രാത്രിയിൽ ശക്തമായി പ്രസംഗിക്കണം, സമയം കളയരുതെന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ടിരിക്കണം. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോ, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു. എപ്പോഴും കൂടെ യാത്ര ചെയ്യുന്ന ദൈവം ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു വിടാറുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട്. എപ്പോഴും കൂടുള്ള യേശു കർത്താവ് ഈ പ്രാവശ്യം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോ, ഐ വിൽ കം, ഞാൻ വന്നേക്കാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഒരിടത്തേക്ക് അയക്കുമ്പോൾ പോകാൻ ധൈര്യം കാണിച്ചാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അക്കരെ എത്തിയിരിക്കും. വിശ്വസ്തനായ യേശു, അവിശ്വസ്തത കാണിക്കാത്ത കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, പൊക്കോ, യു ഗോ. എന്നിട്ട് അന്ന് രാത്രി പ്രാർത്ഥിക്കാൻ, കുറേ നേരം പ്രാർത്ഥിക്കാൻ വേണ്ടി സമയമെടുത്തു. രാത്രി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞൊരു സമയമായപ്പോൾ യേശു കർത്താവ് പതുക്കെ നടന്ന് കടലിൻ്റെ മേൽ നടന്നു വരിക കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ഭ്രമമായി, പേടിയായി. കാരണം ഗലീലയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ കടലിൽ ഇടയ്ക്കിടയ്ക്ക് രാവിലെ പിശാച് വരുമെന്ന് ഇവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പിശാച് വരുമെന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുക. ഈ സാത്താനെ പ്രതീക്ഷിച്ചാലേ സാത്താൻ വരത്തുള്ളൂ. അവനിൽ വിശ്വാസമില്ലാത്തവരെ അവൻ നോക്കാൻ വരാറില്ല. അപ്പോൾ പ്രതീക്ഷയോടിരിക്കുന്നവർക്ക് വേണ്ടി പിശാചും വരാറുണ്ട്. അങ്ങനെ ശിഷ്യന്മാർ രാത്രിയിൽ ഒരു ദുർഭൂതത്തെ കാണാൻ വഴിയുണ്ട് എന്നുള്ള പ്രാർത്ഥനയിലും ആ ഒരു പോരാട്ടത്തിലും ഇരിക്കുമ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഒരു ദുർഭൂതം നടന്നു വരുന്നെന്ന് അവർക്ക് തോന്നി. ഒരു സ്പിരിറ്റ് വരുന്നു, അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒരു ആത്മാവ് വരുന്നത് അവർ കണ്ടു. അതിൻ്റെ 26-ാമത്തെ വാക്യം. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഭൂതം എന്നുള്ള വാക്യമാ മലയാളത്തിൽ, എന്നാൽ ഇറ്റ്സ് എ സ്പിരിറ്റ് എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്. ഒരു ആത്മാവ് വരുന്നു എന്ന് മാത്രമേ അവർക്ക് മനസ്സിലായുള്ളൂ. പക്ഷേ ആത്മാവ് ഭൂതമാണെന്നുള്ളത് അവർക്ക് നേരത്തെ ധാരണയുള്ളത് കൊണ്ട് അത് ഭൂതമാൻ തന്നെ അവരങ്ങ് മനസ്സിലാക്കി. യേശു കർത്താവ് വന്നാൽ പോലും ഭൂതമാണെന്ന് ചിന്തിക്കത്തക്ക മാനസിക നിലവാരമാ ശിഷ്യന്മാർ പുലർത്തിയിരുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഈ ഭാഗം അല്ലേ? നമ്മുടെ വിശ്വാസം തെറ്റാണെങ്കിൽ ദൈവപ്രവൃത്തി പോലും നമുക്ക് ശരിയായിട്ട് കാണാനൊക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. എന്നാൽ നല്ല വിശ്വാസമാണെങ്കിൽ എല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു എന്ന ഉറപ്പുണ്ടെങ്കിൽ ഏറ്റവും തിന്മയുടെ സമയത്തും അതിനകത്തൊരു ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. എന്നെ വളരെ ബലപ്പെടുത്തുന്ന ഒരു വാക്യമാണ് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ദാനിയേലിന് വിരോധമായ ഒരു കൈയെഴുത്തുണ്ട് എന്ന് ദാനിയേൽ മനസ്സിലാക്കിയപ്പോൾ ആസ് യൂഷ്വൽ അവൻ ചെയ്തു വന്നിരുന്നത് പോലെ, പതിവ് പോലെ യെരൂശലേമിന് നേരെ വാതിലുകൾ തുറന്ന് മുഴങ്കാൽ മടക്കി ദൈവത്തിന് താങ്ക്സ് പറഞ്ഞു, ദൈവത്തോട് നന്ദി പറഞ്ഞു. മരണത്തിൻ്റെ എഴുത്ത് നിനക്ക് വിരോധമായി എഴുതിയെന്ന് അറിയുമ്പോൾ യെരൂശലേമിന് നേരെ വാതിൽ തുറന്ന് സ്തോത്രം പറയാൻ അകത്തിൻ്റെ അകത്ത് ധൈര്യം വരണമെങ്കിൽ വിശ്വാസത്തിന് എന്തോ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരു സാധാരണ വിശ്വാസത്തിന് അത് ചെയ്യാൻ കഴിയത്തില്ല. ശിഷ്യന്മാർ ഒരുമിച്ച് ഒരു ആത്മാവിനെ കണ്ടപ്പോൾ അത് പിശാചാന്ന് അവർ ധരിച്ചു, അവർ പിശാചാന്ന് വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ അവർ ഭയപ്പെട്ടു.
അങ്ങനെ പേടിച്ച് അവർ പറഞ്ഞു ഇത് പിശാചാണ്. ആൻഡ് ദേ ക്രൈഡ് ഔട്ട് ഓഫ് ഫിയർ. ഭയന്നവർ കരഞ്ഞു, ഭയന്നവർ വിലപിച്ചു. അപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ ഭാരപ്പെടേണ്ടത് ഞാനാ. കർത്താവിനറിയാം ഇവരുടെ വിശ്വാസം എന്തുവാ, പിശാച് വരുമെന്നാണ് ഇവരുടെ വിശ്വാസം. പക്ഷെ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെന്ന് പറയാതെ കർത്താവ് പറഞ്ഞു ഭയപ്പെടേണ്ട, നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ചില്ല, ജഗത്താനെയാണ് പ്രതീക്ഷിച്ചത്, എന്നാലും ഞാൻ വരിക. കർത്താവിൻ്റെ ഗതി നോക്കിക്കോണേ. ശിഷ്യന്മാർ പോലും കർത്താവിനെ പ്രതീക്ഷിക്കുന്നില്ല, പിശാചിനെ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പോരാട്ടം പ്രതീക്ഷിച്ചിരിക്കുന്നവരോട് ഇന്ന് രാത്രിയിൽ ആദ്യത്തെ ദൂത്, നിന്റെ പ്രതീക്ഷ മാറ്റണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി മുതൽ കർത്താവിനെ പ്രതീക്ഷിക്കുക. എല്ലാ വിഷയത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുക. ദൈവത്തെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുക. ഒരിക്കലും പിശാചിൻ്റെ പ്രവൃത്തികളെ പറ്റി നമ്മൾ അറിവില്ലാത്തവരായിരിക്കരുത്. സത്യമാണ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എന്നാൽ നമ്മുടെ പ്രതീക്ഷ എപ്പോഴും എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ട്. എന്നെ ഒരിടത്തേക്ക് അയച്ച എൻ്റെ ദൈവം അവൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് ഒരു പിശാച് വന്നാലും പോയാലും എന്നെ തൊടുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ധൈര്യമായി നിൽക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അന്ന് രാത്രിയിൽ ശിഷ്യന്മാരുടെ പ്രതീക്ഷ പിശാച് വരും. ഇതെല്ലാം അറിഞ്ഞിട്ടും യേശു പറഞ്ഞു ഇറ്റ് ഈസ് ഐ, ഡോണ്ട് ബി അഫ്രൈഡ്. ഭയപ്പെടാതെ, ഇത് ഞാനാകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഉടനെ ശിഷ്യന്മാർക്ക് വലിയ സന്തോഷമായി. പത്രോസ് കൊണ്ട് പറഞ്ഞു കർത്താവെ അങ്ങ് ആണെങ്കിൽ. അതാ രസം അവിടുത്തെ. കർത്താവ് ഞാൻ ആണെന്ന് പറഞ്ഞിട്ടും പത്രോസിന്റെ മറുപടി അങ്ങ് ആണെങ്കിൽ, ഇത് ദൈവമാണെങ്കിൽ, ഇത് യഥാർത്ഥമായ ദൂതാണെങ്കിൽ, ഇത് ദൈവിക വിടുതലാണെങ്കിൽ. കാരണം ഇപ്പോഴും എനിക്കൊരു സംശയമുണ്ട്, ഇത് പിശാചാന്നോന്ന്. ഈ ദൈവമാണെങ്കിൽ അറിയാനുള്ള വകുപ്പ്, ഞാനും കടലിന് മേൽ നടക്കുവാൻ എനിക്ക് അധികാരം തരണം. കാരണം എൻ്റെ യേശുവിനെ പറ്റി എനിക്കൊരു കാര്യം അറിയാം. പത്രോസിൻ്റെ ഭാഷയാണ്. എൻ്റെ യേശുവിനെ പറ്റി എനിക്കൊരു കാര്യം അറിയാം. എൻ്റെ കർത്താവ് എന്ത് ചെയ്താലും അത് ഞങ്ങളെ കൊണ്ട് ജയിപ്പിക്കുവാൻ മടി കാണിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂതങ്ങളെ പുറത്താക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ഞങ്ങൾക്ക് അധികാരം തന്നു. അങ്ങനെയെങ്കിൽ ഇത് യേശു ആണെങ്കിൽ ഈ വെള്ളത്തിന് മേൽ നടക്കുവാൻ എനിക്ക് അധികാരം എന്താ? ഹല്ലേലൂയ. ഇത് ദൈവപ്രവൃത്തിയാണെങ്കിൽ, ഇത് ദൈവത്തിന്റെ കരമാണെങ്കിൽ അടുത്ത മണ്ഡലത്തിലേക്ക് ദൈവം എന്നെ ഇതിൽ കൂടെ ഇറക്കുവാൻ വിശ്വസ്തനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ അർദ്ധരാത്രിയിലും ഞാനൊരു വിടുതലിന് വേണ്ടി തയ്യാറാ, അടുത്ത ലെവലിന് വേണ്ടി ഞാൻ തയ്യാറാ. ഇത് ദൈവമാണെങ്കിൽ എനിക്ക് ഈ വെള്ളത്തിന്റെ മേൽ നടക്കണം. സ്തോത്രം, സ്തോത്രം. കോളിളക്കത്തിന് നടുവിൽ ദൈവപ്രത്യക്ഷത ഉണ്ടായാൽ അതിനകത്ത് എന്തുവാ ചോദിക്കേണ്ടതെന്ന് പത്രോസിന് അറിയാം. പത്രോസ് പറയുന്നത് ഈ വെള്ളത്തെ ശാന്തമാക്കാനല്ല, പത്രോസ് പറയുന്നത് വേഗം വള്ളത്തിൽ കയറിയിരിക്കാനല്ല. കർത്താവേ ഇതങ്ങാണെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഈ ഓളിളക്കത്തിന്റെ നടുവിൽ, എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഈ കാറ്റുകളുടെ നടുവിൽ എന്നെ മുക്കിക്കളയുമെന്ന് പറയുന്ന, എന്നെ വലച്ചു കളയുമെന്ന് പറയുന്ന ഈ കടലിന്റെ മീതെ നടക്കുവാൻ ഇന്ന് രാത്രിയിൽ എനിക്ക് അധികാരം വേണം കർത്താവേ. അങ്ങയുടെ പ്രത്യക്ഷത ഉണ്ടായാൽ ഇതിന്റെ മേൽ നടക്കുവാൻ ഒരു അധികാരം അങ്ങ് എനിക്ക് തരുവാൻ വിശ്വസ്തനാണെന്ന് എനിക്കറിയാം. ആകയാൽ ഈ പ്രത്യക്ഷതയിൽ ഈ വെള്ളത്തിന്റെ മീതെ ഞാനൊന്ന് നടക്കട്ടെ. ഹല്ലേലൂയ. ഇതിന്റെ അകത്തുനിന്ന് വിടുതൽ എനിക്ക് പോരാ, ഇതിനെ ജയിച്ചേ മതിയാകൂ, ഇതിനെ മീതെ നടന്നേ മതിയാകൂ. ഇതുവരെ പോരാടിയ പോരാട്ടത്തിന്റെ മീതെ നടക്കുവാൻ തയ്യാറാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവേ ഇതിന്റെ മേൽ എനിക്കൊന്ന് നടക്കണം. ഹല്ലേലൂയ. വള്ളത്തെ പോലും മുക്കിക്കളയുവാൻ ഉയർന്നു വരുന്ന വെള്ളം, ഉയർന്നു വരുന്ന ശക്തികൾ, ഇതിന്റെ മേൽ എനിക്കൊന്ന് നടക്കണം. ഇഫ് ഇറ്റ് ഈസ് യു, അങ്ങാണെങ്കിൽ നടക്കാൻ കഴിയും. അങ്ങാണെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന യേശു ആണെങ്കിൽ എനിക്കറിയാം ഇതിന്റെ മേൽ നടക്കുവാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഇടയ്ക്ക് ധൈര്യവും ഇടയ്ക്ക് ഭയവും ഉണ്ടാകുന്ന വിശ്വാസത്തെ അല്പവിശ്വാസി എന്ന് വിളിക്കുന്നു. അതിന്റെ അർത്ഥം അല്പം വിശ്വാസവും ബാക്കി വേറെ ഏതും അവിശ്വാസം. അതിനെ അല്പവിശ്വാസി എന്ന് വിളിക്കുന്നു. നമുക്കെല്ലാം ഉള്ള ഒരു വിശ്വാസത്തിൻ്റെ അളവാണ് ഇടയ്ക്ക് പേടി, ഇടയ്ക്ക് വലിയ വിശ്വാസം. ഭൂതത്തെ ശാസിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ പണിയാണ്, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ. പ്രൈസ് ദ ലോർഡ്. പണ്ട് എങ്ങാണ്ടൊരിടത്ത് രാജാജി നഗറിൽ ഒരു ഭൂതത്തെ ശാസിക്കാൻ പോയി. ഭൂതത്തെ ശാസിക്കാനല്ല പോയത്, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയത്. ഭൂതം ഇളകിയിട്ട് പറഞ്ഞു കൃഷ്ണനാണ്, ഏതാണ്ട് ഒരു പേര് പറഞ്ഞു. പേടിയായിപ്പോയി. കാരണം ഈ ചെറുക്കൻ ഭയങ്കര സൈസായിരുന്നു. പറഞ്ഞു ഐ എം സോ ആൻഡ് സോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ബന്ധിക്കുന്നു, അനങ്ങിയേക്കരുത്. എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു ഇപ്പോൾ പ്രാർത്ഥന നിർത്തി. പ്രാർത്ഥിച്ചില്ല. അവന് ചർച്ചിൽ കൊണ്ടുപോവാ, അവിടെ വെച്ച് പ്രാർത്ഥിക്കാം.
അതിൻ്റെ കാരണം മറ്റൊന്നും അവർക്കറിയത്തില്ല. കാരണം എനിക്ക് പേടി അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ. പക്ഷേ ദൈവത്തിൻ്റെ കൃപ നോക്കിക്കോണേ, പിശാചിന് നമ്മുടെ മനസ്സറിയത്തില്ല. നമ്മുടെ ആ സ്റ്റൈലും നിപ്പുമൊക്കെ കാണുന്നുണ്ട് ഏത് ചെകുത്താനും പേടിച്ചു പോകും. കാരണം നമ്മൾ ആ ധൈര്യത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ അകമറിയുന്നൊരു ദൈവം മാത്രമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ജലഹലിയിൽ ഇതുപോലെ സംഭവിച്ചു. ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നാൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഞാൻ യക്ഷിയ, എല്ലാ സ്ത്രീകളുടെ മേലും ഞാനാണ് വരുന്നത്. ഇതിൻ്റെ ഇത്രാമത്തെ അമ്മയെ ഞാൻ കൊന്നു, അടുത്തത് മോടെ മേൽ വരാൻ പോവുക. അപ്പം മോള് മൗണ്ട് കാർമൽ കോളേജിൽ പഠിക്കുന്ന, ഒരു പ്രാർത്ഥനയ്ക്കും കണ്ണടയ്ക്കാത്ത ഒരു പ്രത്യേക ടൈപ്പാണ്. അപ്പോൾ അമ്മയുടെ മേൽ വന്ന ഭൂതം മോടെ മേൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് മുട്ടുമടക്കുന്ന ഞാൻ കണ്ടു. പക്ഷെ എന്നാലും എൻ്റെ അകത്തൊരു പേടി. യക്ഷി ഭയങ്കര പവർഫുള്ളാണ്. അയ്യപ്പൻ ടെമ്പിളിൻ്റെ പുറകിലാണ് താമസം. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയാൽ ആകെ ഗതികേടാവും, അതുകൊണ്ട് ചർച്ചിൽ കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മുടെ അകത്തെ ഭയം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, നമുക്കും അറിയാം. പിന്നെ ഇങ്ങനെ ഓപ്പണായിട്ട് പറയുമ്പം പലരും അറിയും, അല്ലെങ്കിൽ ആരും അറിയത്തില്ല ഇത്. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും അകം അറിയുന്നൊരു ദൈവം നമ്മുടെ അകത്തെ വിഷയങ്ങൾ പുറത്താക്കാതെ ഇത്രയും മാത്രം പറയും, അല്പവിശ്വാസി എന്തിനാ ഭയപ്പെട്ടത്? ഹല്ലേലൂയ, ഐ ആം വിത്ത് യു. എൻ്റെ വാഗ്ദത്തം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ വാക്ക് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മതി. അക്കരയ്ക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറഞ്ഞെങ്കിൽ നീ അക്കരയ്ക്ക് പോകുന്നത് എൻ്റെ സാന്നിധ്യത്തിലാണെന്ന് മറക്കരുത്. രാജാവിൻ്റെ കൽപ്പനയുള്ളിടത്ത് രാജാവിൻ്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. എക്ലീസിയാസ്റ്റിക് സഭാപ്രസംഗി പറയുന്നു, എവിടെ രാജാവിൻ്റെ കൽപ്പനയുണ്ടോ അവിടെ രാജാവിൻ്റെ അധികാരമുണ്ട്. നിത്യനായ ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ മീതെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയും അധികാരവും നമ്മുടെ മീതെ നിലനിൽപ്പുണ്ടെന്ന് മറക്കരുത്. ദൈവത്തിന് പറയാനുള്ളത് ഈ രാത്രിയിൽ, ഈ പ്രശ്നത്തിന് നടുവിൽ എൻ്റെ പ്രത്യക്ഷത ഉണ്ടായതുകൊണ്ട് നീയും വെള്ളത്തിൻ്റെ മേൽ നടക്കും. ഇത് കേട്ടപ്പോൾ പത്രോസ് ഇറങ്ങി, വെള്ളത്തിൽ ഇറങ്ങി. എങ്ങനെ ഇറങ്ങിയെന്ന് അവിടെ എഴുതിയിട്ടില്ല, പക്ഷേ ഇറങ്ങിയെന്ന് മാത്രമുണ്ട്. പേടിച്ചായിരിക്കും ഇറങ്ങിയത്, ധൈര്യമായിട്ടായിരിക്കും ഇറങ്ങിയത്, ഐ ഡോണ്ട് നോ. ഏതായാലും ഇറങ്ങി. വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ വിശ്വാസം, ഈ തോണി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, വള്ളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പത്രോസ് ഇറങ്ങിയപ്പോൾ കൂട്ടുവിശ്വാസികൾ അല്പം അങ്ങ് മാറി. പക്ഷെ വെള്ളത്തിൻ്റെ മേൽ നടക്കുന്നത് വളരെ എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു സന്തോഷത്തിൽ പുള്ളി കർത്താവിൻ്റെ അടുക്കലേക്ക് അങ്ങ് നടന്നു. അപ്പോസ്തലൻ കർത്താവിൻ്റെ അടുക്കലെത്തിയെന്നുള്ളതിൻ്റെ തെളിവ് മുങ്ങാൻ തുടങ്ങിയപ്പോൾ കർത്താവ് കൈ നീട്ടി പിടിച്ചെന്നാണ്. അപ്പം കൈ നീളത്തിൻ്റെ അകലം മാത്രമേ ഇനിയുമുള്ളൂ. അത്രയും അങ്ങ് അടുത്തു. അത്രയും അടുത്തപ്പോൾ പത്രോസിൻ്റെ അകത്തൊരു ചേഞ്ച്. അത്രയും അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവന് വിരോധമായുള്ള വെള്ളത്തെ അവൻ പരിശോധിക്കാൻ നോക്കി. ഞാൻ അതിൻ്റെ ഒറിജിനൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ രസം തോന്നി. അതിനകത്ത് ഒരു അർത്ഥം ഇതാ, ആൻഡ് ഹി ബിഗാൻ ടു കൺസിഡർ, കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ വെള്ളം ഇതിനകത്ത് മുങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കണക്ക് കൂട്ടാൻ നോക്കി. കണക്ക് കൂട്ടിയപ്പോൾ ആശാൻ താഴുക, വെള്ളത്തിലേക്ക് മുങ്ങുക. പെട്ടെന്ന് തിരിഞ്ഞ് യേശു കർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവേ ഞാൻ നശിക്കുന്നു, ലോർഡ് ഐ പെരിഷ്, എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണമേ. കർത്താവ് ഉടനെ കൈ നീട്ടി പിടിച്ചു. എൻ്റെ മനസ്സിൽ വന്ന ഒന്നാമത്തെ ചിന്ത ഇതാ, ഇത്രയും ദൂരം വെള്ളത്തിൽ നടന്ന പത്രോസ് ഇത്രയും നടന്നിട്ട് മുങ്ങിയില്ല. പെട്ടെന്ന് മുങ്ങാനുള്ള കാരണം എന്തുവായിരുന്നു? ഭൂആകർഷണ ശക്തി പെട്ടെന്ന് കൂടിയോ? ഇവൻ്റെ മണ്ടയിൽ എന്തെങ്കിലും വെള്ളത്തിനെ താങ്ങാൻ കഴിയാത്ത ഭാരം കൂടിയോ? ഇതുവരെ വെള്ളത്തിൽ നടന്ന മനുഷ്യന് പെട്ടെന്ന് വെള്ളത്തിൽ താണു പോകാനുള്ള കാരണം എന്തുവാ? വെരി സിമ്പിൾ, വിശ്വാസത്തിലാണ് നടന്നത്. ആ വിശ്വാസത്തിൻ്റെ അളവ് കുറഞ്ഞപ്പോൾ വെള്ളത്തിൽ താഴാൻ തുടങ്ങി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യേശു കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുന്നവർ പോലും ചിലപ്പോൾ മുങ്ങിയെന്നിരിക്കും. ഈ മുങ്ങുന്നവരെല്ലാം ദൂരെ കിടക്കുന്നവരല്ല, കർത്താവിൻ്റെ അടുക്കൽ നിന്ന് മുങ്ങാൻ കഴിയും. അതിൻ്റെ തെളിവാ പത്രോസ് അപ്പോസ്തോലനായിരിക്കെ മുങ്ങാൻ നോക്കും. അടുക്കൽ കൈ എത്തുന്ന ദൂരത്തിൽ മുങ്ങാൻ നോക്കും. മുങ്ങുമ്പോൾ കർത്താവ് പ്രതികരിച്ചെന്നും വരത്തില്ല. എത്രയോ ആൾക്കാർ രോഗത്തിൽ മുങ്ങുന്നു, എത്രയോ ആൾക്കാർ കഷ്ടത്തിൽ മുങ്ങുന്നു, കർത്താവിൻ്റെ അടുക്കൽ നിന്ന് സ്വോത്രം പറഞ്ഞു മുങ്ങുന്നു. എത്രയോ പേര് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് പണത്തിൻ്റെ ദാരിദ്ര്യത്തിൽ മുങ്ങുന്നു. എത്രയോ പേർ വെളിപ്പാടില്ലാതെ മുങ്ങുന്നു, കർത്താവിൻ്റെ അടുക്കൽ നിന്ന് മുങ്ങുന്നു. അടുക്കൽ നിന്നും വെള്ളത്തിൽ മുങ്ങാൻ കഴിയുമെന്നുള്ളതിൻ്റെ തെളിവാണ് പത്രോസ് ശ്ലീഹ. സ്തോത്രം. അപ്പം മുങ്ങുന്നവരെല്ലാം ദൂരെ നിന്നാ മുങ്ങുന്നെന്ന് തെറ്റിദ്ധരിക്കണ്ട, ചിലപ്പോൾ അടുത്ത് നിന്നായിരിക്കും മുങ്ങുന്നത്.
മുങ്ങിപ്പോകാനുള്ള കാരണം എന്തുവാ? കർത്താവ് അടുക്ക ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, കർത്താവ് അടുക്കൽ നിപ്പുണ്ട്. അടുക്കെ നിന്നാ മുങ്ങുന്നത്. അങ്ങനെയുള്ളവരോട് ഇന്ന് രാത്രിയിൽ ദൂതുള്ളത്. അടുക്കെ നിന്ന് മുങ്ങുന്നവർ, ദൈവ സാന്നിധ്യത്തിൽ മുങ്ങുന്നവർ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പ്രസൻസ് അനുഭവിച്ചുകൊണ്ട് വെള്ളത്തിലോട്ട് മുങ്ങുന്നവർ, അവരോടാ കർത്താവിന് സംസാരിക്കാനുള്ളത്. ദൈവ സാന്നിധ്യത്തിൽ, ദൈവിക പ്രസൻസിൽ ആൾക്കാർക്ക് വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ കഴിയും. അതിൻ്റെ തെളിവാണ് പത്രോസ് അപ്പോസ്തലൻ. ഇത്രയും ആരാധിച്ചു, ഇത്രയും ഉപവസിച്ചിട്ടും വിടുതലില്ല പാസ്റ്ററെ, സംഗതി പ്രശ്നമായിക്കൊണ്ടിരിക്കുക. കറക്റ്റ്, ഇതേ പ്രോബ്ലം ആ പത്രോസിനും ഉണ്ടായത്. പ്രാർത്ഥിക്കും തോറും താണുകൊണ്ടിരിക്കുക, സാധ്യതയുണ്ട്. പെട്ടെന്ന് പത്രോസ് തിരിഞ്ഞു നിന്ന് കർത്താവിനോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. മാസ്റ്റർ, ലോർഡ്. ബൈബിളിൽ ആ വാക്ക് 2 റൂട്ട് വേർഡ്സ് ഉണ്ട്. ഈ ലോർഡ് എന്നുള്ള പദത്തിന് 2 റൂട്ട് വേർഡ്സ് ഉണ്ട്. കർത്താവെ എന്ന് വിളിക്കുന്നത് തന്നെ ഗ്രീക്കിൽ 2 അർത്ഥമുണ്ട്. ഒന്ന് റബോണി എന്ന വാക്ക്, അതിനെ കർത്താവെ എന്ന് തന്നെയാണ് ബൈബിളിൽ തർജ്ജിമ ചെയ്തേക്കുന്നത്. റബോണി എന്ന് പറഞ്ഞാൽ ടീച്ചർ, ഒരു അല്പയജമാനൻ, എല്ലാത്തിലും യജമാനനല്ല, ചെറിയ യജമാനൻ, കൊച്ചധികാരമുള്ള യജമാനൻ, ചെറിയ അധികാരമുള്ള യജമാനൻ. എന്നാൽ മറ്റൊരു ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലോർഡിനുള്ളൊരു പദമുണ്ട്, ഓർക്കുന്നില്ല, ഗ്രീക്ക് അല്ല നമ്മുടെ വിഷയം. അപ്പം അതിനകത്തെ ആശയം മുഖവേഷം ഏതുണ്ട്, അതിൻ്റെ അകത്തെ ആശയം ദ സുപ്രീം ലോർഡ്, സകല അധികാരവുമുള്ള, സകല ശക്തിയുമുള്ള, ഏറ്റവും സുപ്രീം അധികാരിയായ ആ ഒരു അർത്ഥം വരുന്ന കർത്താവേ എന്ന് പറയുന്ന വാക്കുണ്ട്. പത്രോസ് അവിടെ ഉപയോഗിച്ച വാക്ക് ആ അർത്ഥം വരുന്നത് സർവാധികാരിയായ ദൈവമേ. ഹല്ലേലൂയ. ആ നിമിഷത്തിൽ പത്രോസ് ഒരു കാര്യം വ്യക്തമാക്കി, കർത്താവേ, എന്നെ മുക്കിക്കളയാൻ വരുന്ന എൻ്റെ മേൽ അധികാരമുള്ള ഈ വെള്ളത്തേക്കാൾ അധികാരമുള്ളത് അങ്ങ് അല്പാധികാരിയല്ല, അങ്ങ് സർവാധികാരിയാണ്. മറ്റ് പലയിടങ്ങളിൽ ഞാൻ അങ്ങ് അല്പാധികാരി എന്ന് വിളിച്ചിട്ടുണ്ട്, മറ്റ് പലയിടങ്ങളിൽ പലരും അങ്ങേ അല്പാധികാരി എന്ന് വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഈ എന്നെ മുക്കിക്കളയുന്ന വെള്ളത്തിലും എനിക്കൊരു കാര്യം അറിയാം, അങ്ങയുടെ ആജ്ഞയെ കടന്ന് ഒരു വെള്ളത്തിനും എന്നെ മുക്കുവാൻ കഴിയത്തില്ല. യു ആർ ദി ഓൾ അതോറിറ്റി. ഇതിൻ്റെ അകത്തും എനിക്കൊരു കാര്യം അറിയാം, അങ്ങാണ് സർവാധികാരി. മുങ്ങുന്ന വെള്ളത്തിന്റെ മീതെ, മുക്കിക്കളയുന്ന വെള്ളത്തിന്റെ മീതെ ചവിട്ടിക്കേറുവാൻ അകത്തിന്റെ അകത്തൊരു സ്വിച്ച് ഓൺ ചെയ്താൽ മതി, വിശ്വാസം എന്ന സ്വിച്ച്. ഇതിന്റെ മേൽ അധികാരമുള്ള ഒരു ദൈവമാണ് എൻ്റെ കരത്തെ പിടിക്കാൻ പോകുന്നത് എന്ന് വിശ്വാസം അകത്ത് ജ്വലിച്ചാൽ നിന്നെ മുക്കുന്ന വെള്ളം നിന്റെ ചുമന്ന കാർപ്പറ്റായിട്ട് മാറും, നിന്നെ മുക്കിക്കളയുന്ന വെള്ളം നിന്റെ പ്ലാറ്റ്ഫോമായിട്ട് മാറും, നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന അതേ രോഗം നിന്റെ സാക്ഷ്യമായി മാറും, നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ശത്രുക്കൾ, നിനക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികൾ നിനക്ക് അനുകൂലമായി മാറുവാൻ എൻ്റെ ദൈവം അകത്തുള്ള വിശ്വാസത്തെ മാനിക്കുവാൻ ശക്തനാ. അകത്തെ വിശ്വാസം മാറിയപ്പോൾ, അകത്തെ ദർശനം മാറിയപ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, നിൽപ്പിനൊരു വ്യത്യാസമുണ്ടായി, ചിന്താഗതികൾക്കൊരു വ്യത്യാസം വന്നപ്പോൾ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ടായി. ആ നിമിഷം ഒരു മാറ്റം, ഇമ്മീഡിയറ്റ്ലി ഒരു മാറ്റം. മുങ്ങിക്കൊണ്ടിരുന്ന വെള്ളത്തിൽ അവൻ ചവിട്ടിക്കയറി. എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ വിശ്വസിച്ചായിരുന്നെങ്കിൽ കാറ്റി നടന്നേനെ, വെള്ളത്തിലല്ല അന്തരീക്ഷത്തിൽ നടന്നേനെ. കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ മാർത്തയും മറിയയും 2 പേർ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നു. യേശു കർത്താവ് ഒരു ഗ്രാമത്തിൽ ശുശ്രൂഷിക്കാൻ പോവുക. അപ്പം മാർത്ത അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, കർത്താവെ, എൻ്റെ വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വരാം, ഒരു ബുദ്ധിമുട്ടില്ല, എന്നാണെങ്കിൽ ഫ്രീയാണ്, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ സിസ്റ്റർ മറിയയ്ക്ക് അങ്ങ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, യേശു കർത്താവിനെ കണ്ടതിൻ്റെ ആ സന്തോഷം. അങ്ങ് പോയൊരു പായിട്ട് അങ്ങ് നിലത്തിരുന്നു, കർത്താവിൻ്റെ മുന്നിൽ അങ്ങിരുന്നു. മാർത്തയ്ക്കും എക്സൈറ്റ്മെൻറ്റാണ്. സിസ്റ്റർ മാർത്തയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് വന്നപ്പോൾ വീടിന് ചുറ്റും കിടന്ന ഓട്ടമാണ്. അപ്പോൾ പുള്ളിക്കാരത്തി അടുക്കളയിൽ പോയി, മറ്റേടത്ത് പോയി അയൽവക്കക്കാരോട് വല്ലതും പറഞ്ഞു, അങ്ങനെ നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ വേർക്കുന്നു, ആകെ വല്ലാതെ തളർന്ന്. അന്നേരം ഓർക്കുന്നടാ, മേരി ഇവിടെങ്ങും ഇല്ലല്ലോ. തപ്പിച്ചെന്നപ്പോൾ ഉണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുക. അങ്ങ് സങ്കടവും അരീശവും കൂടെ വന്ന് കഴിഞ്ഞ 25 കൊല്ലമായി പുള്ളിക്കാരത്തി കാണിച്ചിട്ടുള്ള സകല കുറ്റങ്ങളും കൂടെ മനസ്സിൽ വന്നു. മനുഷ്യർക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ മതി, പണ്ട് ക്ഷമിച്ച തെറ്റുകളെല്ലാം മനസ്സിൽ വരും, എല്ലാം ഓർമ്മ വരും. എല്ലാം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞ്, കർത്താവെ,
ഇപ്പം കുറ്റം മറിയുടെ അല്ല, കുറ്റം കർത്താവിൻ്റെയാണ്. കർത്താവെ, അങ്ങയ്ക്ക് എൻ്റെ ഈ പെടാപ്പാടിൽ കുഴപ്പമൊന്നുമില്ലേ, എൻ്റെ ഈ കഷ്ടപ്പാടിൽ ബുദ്ധിമുട്ടൊന്നുമില്ലേ. കുറ്റം ഇപ്പം മറിയുടെ അല്ല, കുറ്റം യേശുവിൻ്റെയാണ്. ഞാൻ ഈ കിടന്ന് ഓടുന്നതെല്ലാം അങ്ങ് കണ്ടോണ്ട് എൻ്റെ കൂടെ കിടന്ന് ഓടാൻ പറയാതെ അങ്ങയുടെ സന്നിധിയിൽ ഈ ഇരുത്തിയിരിക്കുന്നത് ന്യായമാണോ, കർത്താവ് ചെയ്തത് ശരിയാണോ? അതായി സിസ്റ്റർ മേരി മാർത്തയ്ക്ക് അറിയേണ്ടത്. സിസ്റ്റർ മേരി തെറ്റാ, അതിനെപ്പറ്റി ആരും ഇനിയും പറയണ്ട. പക്ഷെ കർത്താവും തെറ്റുകാരനായി പോയില്ലേ? യേശു കർത്താവിൻ്റെ മറുപടി, മേരി, മാർത്ത, യു ആർ കൺസേൺഡ് അബൌട്ട് സോ മെനി തിങ്സ്. നിനക്ക് ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അങ്ങ് വിചാരമാണ്. എന്നാൽ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് എൻ്റെ സന്നിധിയിലിരിക്കുക. ആ ഒരു വിചാരമുള്ളവർക്ക് മറ്റുള്ള വിചാരങ്ങളുടെ ആവശ്യമില്ല. എൻ്റെ സന്നിധിയിലിരുന്നാൽ, എൻ്റെ മുമ്പിലിരുന്നാൽ നീ ഓടേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി ഓടാനാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. മറ്റ് കാര്യങ്ങളെ പറ്റിയുള്ള ഭയം നിർത്തിയിട്ട് എൻ്റെ സന്നിധിയിൽ ഇരുന്നായിരുന്നെങ്കിൽ ആ ഒരു കാര്യം മറിയയിൽ നിന്ന് എടുത്തു മാറ്റുവാൻ കഴിയത്തില്ല. ആ വാക്യത്തിൻ്റെ ആഴത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവരെ ഓടിക്കാൻ ദുഷ്ടശക്തികൾ വരും. എൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവരെ ചാടിക്കാൻ അന്ധകാര ശക്തികൾ വരും. എൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുവാൻ അനേക തിരക്കുകൾ വരും. എൻ്റെ സന്നിധിയോട് ബഹുമാനം കാണിക്കുന്നവരെ എൻ്റെ സന്നിധിയിൽ ഇരുത്തുവാൻ ഞാൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവരെ ഓടുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇനി നീ പേഴ്സണലി വന്ന് പറഞ്ഞാലും മറിയ എടുത്ത ആ തെരഞ്ഞെടുപ്പ്, മറിയ എടുത്ത അംശം അവൾ എടുത്തു മാറ്റുവാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ദൈവത്തോട് അടുത്തിരിക്കുവാൻ, കർത്താവേ അങ്ങയുടെ മുഖം മാത്രം ഞാൻ അന്വേഷിക്കുമെന്ന് പറയുന്ന ചിലർ ഇതിന് നടുവിലുണ്ടെങ്കിൽ നിന്നെ ഓടിക്കുവാൻ രോഗശക്തികൾ വന്നേക്കാം, നിന്നെ ഓടിക്കുവാൻ ദുഷ്ടശക്തികൾ വന്നേക്കാം, നിന്നെ ഓടിക്കുവാൻ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്നേക്കാം. യേശു കർത്താവിന്റെ മറുപടി, നോ. എൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ തീരുമാനിച്ചവരെ എഴുന്നേൽപ്പിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ആ നല്ല അംശം ആരും എടുത്തു മാറ്റുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ധൈര്യമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവസന്നിധിയിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ കൂടെ നടക്കുവാൻ തീരുമാനിച്ചാൽ മുക്കിക്കളയുന്ന ശക്തികൾ എൻ്റെ ദൈവം എടുത്ത് മാറ്റുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നല്ല അംശം തിരഞ്ഞെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നല്ല അംശം തിരഞ്ഞെടുത്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസിന് ആ നിമിഷം ഒരു വ്യത്യാസമുണ്ടായി. A change in his thinking. എൻ്റെ യേശു ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം, എൻ്റെ കർത്താവ്, എൻ്റെ യജമാനൻ, എൻ്റെ മേൽ നിയന്ത്രണമുള്ള എൻ്റെ ദൈവം എൻ്റെ വശത്ത് നിൽക്കുന്നിടത്തോളം ഈ വെള്ളം എൻ്റെ മേൽ നിയന്ത്രണം എടുക്കുവാൻ ഞാൻ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ നിയന്ത്രണം കർത്താവിൻ്റെ കയ്യിലാണ്. എൻ്റെ നിയന്ത്രണം സാഹചര്യത്തിൻ്റെ കയ്യിലല്ല. ഹല്ലേലൂയ. പത്രോസിന് നീന്തൽ അറിയത്തില്ലേ? നിങ്ങളുടെ ധാരണ എന്തുവാ? മുക്കവനായി ജനിച്ച, വെള്ളത്തിൽ ജീവിച്ച പത്രോസിന് നീന്തൽ അറിയത്തില്ലേ? നീന്തൽ അറിയാം, ഉറപ്പായിട്ട് അറിയാം. കാരണം ഹീസ് എ വാട്ടർമാൻ. എപ്പോഴും വെള്ളത്തിലാണ് പുള്ളി. മീനിൻ്റെ അകത്ത് നീന്തി നടക്കുന്ന, ആ വെള്ളത്തിൻ്റെ അകത്ത് നീന്തി നടക്കുന്ന മീനെ പിടിക്കാൻ അറിയാവുന്ന മുക്കവനാണ് പുള്ളി. പുള്ളിക്ക് വെള്ളത്തിൻ്റെ സകല ശാസ്ത്രവും അറിയാം. പോട്ടെ, പടകിൻ്റെ അകത്ത് പോകുന്ന ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് നീന്തൽ അറിയത്തില്ലേ? അറിയാം, തെളിവ്. മറ്റൊരു രംഗത്ത് പത്രോസ് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. കാരണം എന്തുവാ? നീന്താൻ അറിയാം. വെറുതെ എടുത്ത് ചാടത്തില്ല. വേറൊരു ഭാഗത്തുണ്ട്, യേശു കർത്താവിനെ കണ്ടപ്പോൾ പത്രോസ് വെള്ളത്തിലെടുത്ത് ചാടി. കാരണം നീന്തൽ അറിയാം. വസ്ത്രമില്ലാഞ്ഞതുകൊണ്ടാണ് ചാടിയത്. അതിൻ്റെ അർത്ഥം എന്തുവാ? വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോയി ആരും കാണാതെ കരയെ മുങ്ങാൻ അറിയാം. അത്രയും വിവരം പുള്ളിക്കുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് കിങ് ജെയിംസ് വേർഷനാണ്. പിന്നെന്താ നീന്തി അങ്ങ് കയറാൻ നോക്കാഞ്ഞ്? പത്രോസ് മുങ്ങി തുടങ്ങിയപ്പോൾ ഹി കുഡ് ഹാവ് ജസ്റ്റ് സ്വാം അക്രോസ്. അങ്ങ് നീന്തിയെ പോരായിരുന്നു. അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറയാം, ഒന്ന് സഹായിക്കാൻ പറയാം. അവർ ചാടി നീന്തി എല്ലാവരും കൂടെ ഒരുമിച്ച്. പക്ഷെ പത്രോസിന് പെട്ടെന്നൊരു കാര്യം ബോധം വന്നു. വേണ്ട, എൻ്റെ നടപ്പ് എൻ്റെ ബലത്തിൽ വേണ്ട. എൻ്റെ നടപ്പ് ദൈവത്തിൻ്റെ ബലത്തിലായിക്കോട്ടെ. എൻ്റെ കഴിവിൽ രക്ഷപ്പെടണ്ട, കർത്താവിൻ്റെ കഴിവിൽ ഞാനൊന്ന് നടക്കട്ടെ. ഈ രാത്രിയിൽ ചിലരൊക്കെ ചില കാര്യങ്ങൾക്ക് തിരുത്തൽ വരുത്തിയേ മതിയാകൂ. എൻ്റെ ബലത്തിൽ വേണ്ട, ഇനി മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ ബലത്തിൽ മാത്രം മതി. ഹല്ലേലൂയ. എൻ്റെ ശക്തിയിൽ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പത്രോസിന് വേണമെങ്കിൽ പറയാം, യേശു കർത്താവെ ഞാൻ അങ്ങോട്ട് പോവുക, നീന്തുക, കാരണം എന്തോ സ്ലിപ്പാകുന്നു, അതുകൊണ്ട് കർത്താവ് നടന്നു പോവാ, ഞാൻ അങ്ങോട്ട് പോട്ടെന്ന് പറഞ്ഞ് നീന്തിപ്പോ. നമ്മളെ പറയുന്നില്ല.
പട്ടണത്തിൽ ജനിച്ച പിള്ളേർ താണ്ട് വെള്ളത്തിൽ കിടന്ന് ചാടുന്നു. പിന്നെ അന്ന് പത്രോസ് ഏത് കടലിലും നീന്താൻ മിടുക്കനാ. ആ ധൈര്യത്തിൽ ആ കാറ്റടിച്ചിട്ടും കരയ്ക്ക് തിരിച്ചു വരാഞ്ഞത്. കാരണം അവനറിയാം പടക് പോയാൽ പോട്ടെ, നമ്മൾ നീന്തി അക്കരെ വരും. എത്രയോ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. എന്നിട്ടും നീന്താഞ്ഞതിൻ്റെ കാരണം he didn't attempt to swim. ഇല്ലെങ്കിൽ നാച്ചുറലി വെള്ളത്തിൽ താഴുന്ന ഏത് മുക്കവനും തന്നെ നീന്തി തുടങ്ങും, അല്ലേ? എല്ലാവർക്കും ഞാൻ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ടോ? വെള്ളത്തിൽ താണു പോകുന്ന ഏത് മനുഷ്യനും, നീന്തൽ അറിയാൻ വയ്യാത്തവർ നീന്താൻ നോക്കുന്നത് പിന്നെ നീന്തൽ അറിയാവുന്നവരുടെ കാര്യം. നീന്തൽ അറിയാൻ വയ്യാത്തവർ കാലും കൈയിട്ട് അടിക്കുന്ന എന്തിനാ? വേഗത്തിൽ മുങ്ങാനാണോ? അല്ല, എങ്ങനെയെങ്കിലും നീന്താൻ വേണ്ടിയാണ്. നീന്തൽ അറിയാൻ വയ്യാത്ത ആൾക്കാർ പോലും നീന്താൻ ശ്രമിക്കും. വെള്ളത്തിൽ മുങ്ങുന്ന പത്രോസ് എന്താ നീന്താൻ ശ്രമിക്കാഞ്ഞത്? കാരണം ഒരു തീരുമാനം അവൻ്റെ മനസ്സിൽ വന്നു. ദൈവമേ, എൻ്റെ കഴിവല്ല, എൻ്റെ ശക്തിയല്ല, അങ്ങയുടെ വാക്കിൻ്റെ മുമ്പിലാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങ് യേശുവാണെങ്കിൽ ഞാൻ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വാ എന്ന് പറഞ്ഞ അങ്ങയുടെ ശക്തിയിലാണ് ഞാൻ ഇറങ്ങിയത്. ആ ശക്തി വിട്ടൊരു നടത്തിപ്പ് എനിക്ക് വേണ്ട. ഗലാത്യ ലേഖനത്തിന്റെ ഭാഷയിൽ കൃപയിൽ തുടങ്ങിയ നിങ്ങൾ, ആത്മാവിൽ തുടങ്ങിയ നിങ്ങൾ, ദൈവബലത്തിൽ തുടങ്ങിയ നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ബലത്തിൽ ആശ്രയിക്കുന്നത്? ഈ പകൽക്കായി ഈ രാത്രി ദൈവത്തോട് കർത്താവ് ഇത്രയും വന്നത് ദൈവത്തിന്റെ ബലത്തിലാ, ബാക്കിയും ദൈവബലത്തിൽ മുന്നോട്ട് പോകുവാൻ. ഹല്ലേലൂയ. എൻ്റെ കഴിവ് എനിക്ക് വിഷയമല്ല, എൻ്റെ സാമർഥ്യം എനിക്ക് വിഷയമല്ല, എൻ്റെ ബലം എനിക്ക് വിഷയമല്ല. എന്നെ ഇന്ന് വരെ എത്തിച്ച ദൈവം എന്നെ നാളേക്ക് നടത്തുവാൻ വിശ്വസ്തനെന്ന് ഈ രാത്രിയിൽ ഞാൻ എണ്ണിയിരിക്കുകയാൽ അങ്ങ് വിശ്വസ്തനെന്ന് എണ്ണുന്നത് കൊണ്ട് എൻ്റെ കഴിവ് വേണ്ട, അങ്ങയുടെ ശക്തിയിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ആശ്രയം ചിലർക്ക് രഥങ്ങളിൽ, ആശ്രയം ചിലർക്ക് കുതിരകളിൽ, എന്നാൽ ചിലർക്കോ ദൈവത്തിൽ ആശ്രയം, ദൈവത്തിലെ ബലം. ദൈവമേ, അങ്ങാണ് എൻ്റെ ആശ്രയം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇരുവരും കൂടെ നടന്ന് പടകിൽ കയറി. Both walked together. ഒരു വ്യത്യാസം, ഈ പ്രാവശ്യം ഇരുവരും കൂടെ നടന്നപ്പോൾ, ഈ പ്രാവശ്യം രണ്ടുപേരും കൂടെ നടന്നപ്പോൾ യേശു കർത്താവ് മുന്നോട്ട് നോക്കി. പക്ഷെ പത്രോസിൻ്റെ കണ്ണ് യേശു കർത്താവിൻ്റെ മീതെയായിരുന്നു. കാരണം ഒരു കാര്യം മനസ്സിലായി പത്രോസിന്, വെള്ളവും ഓളവും ബാക്കിയുള്ളതും കണ്ടാൽ താഴോട്ട് പോകും. വിളിച്ചവനെ നോക്കി നടന്നാൽ, പ്രൈസ് ദ ലോർഡ്, വിളിച്ചവനെ സുഖിച്ച് നടന്നാൽ, കർത്താവിനെ എൻജോയ് ചെയ്ത് നടന്നാൽ, കർത്താവിൽ രസിച്ച് നടന്നാൽ, ദൈവ സാന്നിധ്യത്തിൽ നടന്നാൽ, കർത്താവിൻ്റെ കരം പിടിച്ച് നടന്നാൽ, ദൈവത്തിൽ ആശ്രയിച്ച് നടന്നാൽ, ചുറ്റുപാടുകൾ ശ്രദ്ധിക്കാതെ നടന്നാൽ ഇനി മുങ്ങുന്ന പരിപാടിയില്ല. ഈ ഭൂആകർഷത്തിന് മീതെ എന്നെ ആകർഷിച്ച ഒരു ബലമുണ്ട്, അതിൽ ഞാൻ നടക്കുവാൻ പോകുകയാണ്. നമ്മളെ താഴോട്ട് ആകർഷിക്കുന്ന, നമ്മളെ താഴേക്ക് വലിച്ചിറക്കുന്ന, ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും താഴോട്ട് വലിക്കുന്ന അതേ ബലം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും വലിക്കുവാൻ വരും. എന്നാൽ അതിൻ്റെ മീതെ നമ്മളെ ഉയർത്തി നിർത്തുന്ന ദൈവിക വിളി, അതിൻ്റെ മീതെ നമ്മളെ ഉയർത്തി നിർത്തുന്ന ദൈവിക ശക്തി, അതിൽ ആശ്രയിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. Hallelujah. Praise the Lord. പത്രോസിന്റെ ചെരുപ്പിന് ഒരു വ്യത്യാസവുമില്ല, പത്രോസിന്റെ ശരീരത്തിന് ഒരു വ്യത്യാസവുമില്ല, വെള്ളത്തിന് ഒരു വ്യത്യാസവുമില്ല, കാറ്റിലും കടലിനും ഒരു വ്യത്യാസവുമില്ല. അന്നേരവും കോളിളക്കം നടക്കുന്നുണ്ട്. ഒരേ ഒരു വ്യത്യാസം ഉണ്ടായത് അവന്റെ അകത്താണ്, അവന്റെ കാഴ്ചപ്പാടിലൊരു വ്യത്യാസം. Hallelujah. ഓളങ്ങളുടെ ശക്തിയും കാറ്റിന്റെ ശക്തിയും അവന് വിരോധമായി വന്ന ശക്തികളുടെ ബലവും കണക്ക് കൂട്ടിക്കൊണ്ടിരുന്ന പത്രോസ് ഒറ്റ നിമിഷം കൊണ്ട് തീരുമാനിച്ചു, ആ കണക്കൂട്ടലുകൾ ഞാൻ നിർത്തുകയാണ്. എന്റെ ദൈവത്തിന്റെ കണക്കൂട്ടൽ ഞാൻ നോക്കട്ടെ, എന്റെ ദൈവത്തിന്റെ ശക്തി ഞാൻ നോക്കട്ടെ, അവന്റെ ബലം ഞാൻ നോക്കട്ടെ, അവൻ സകലത്തിന്റെ മേലും അധികാരിയെന്ന്. Praise the Lord. Hallelujah. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ ചിലരുടെ പ്രസംഗവും ദൂതും ഒക്കെ കേട്ടാൽ പിശാചിന് തന്നെ ഒരു ബലമാണ്. കാരണം അവന് പോലും അറിയാൻ വയ്യാത്ത ബലമാണ് അവന് കരയറ്റുന്നത്. പിശാചിന് അറിയത്തില്ല നിന്നെ തകർക്കാൻ ഒക്കുമെന്ന്. കാരണം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകിയാൽ ഇതിനെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അത് വായിച്ചിരിക്കുക പിശാച്, അത് വായിച്ചിരിക്കുന്ന പിശാച് പേടിച്ച് നടക്കുക. അന്നേരമാണ് നമ്മൾ പറയുന്നത്, എന്നെ തകർക്കാൻ പിശാചുണ്ടെന്ന് ഞാൻ കേട്ടു. അന്നേരം പിശാച് അറിയുന്നടാ അവന് കഴിവുണ്ടല്ലോ എന്നുള്ള അവൻ അന്നേരം മനസ്സിലാകുന്നു. മണ്ടത്തരം കാണിക്കരുത്.
അവന് കഴിവുണ്ട്, പക്ഷെ നമുക്ക് വിരോധമായി അല്ല. കാരണം നിനക്ക് വിരോധമായി ഒരായുധവും ഫലിക്കത്തില്ല എന്ന് എഴുതി വെച്ച ദൈവം, അവൻ്റെ വാഗ്ദത്തം ഉള്ളിടത്തോളം കാലം അവൻ്റെ ശക്തി നമ്മുടെ മീതെ നിലനിൽക്കും. മറക്കരുത്, എവിടെ രാജാവിൻ്റെ വാക്കുണ്ടോ അവിടെ രാജാവിൻ്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തം നോക്ക്, അവിടെ ദൈവിക ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവം വാക്ക് പറഞ്ഞാൽ അവൻ ഇടുന്ന വാക്കിന്റെ മീതെ അവന്റെ ശക്തിയും അവൻ ഇട്ടിട്ടുണ്ട്. എത്ര പേർക്ക് ഇതിന്റെ നടുവിൽ കയറങ്ങൾ ഉയർത്തണം എന്നില്ല? എത്ര പേർക്ക് ഇതിന്റെ നടുവിൽ ദൈവിക വാഗ്ദത്തത്തിന്റെ ഉറപ്പുണ്ട്, ദൈവിക വാഗ്ദത്തത്തിന്റെ ഓർമ്മയുണ്ട്, ദൈവിക ദൂതുകളുടെ ഓർമ്മയുണ്ട്? അത്രയും പേർക്ക് വേണ്ടി ദൈവിക ശക്തി ദൈവം എഴുതി വെച്ചിരിക്കുക. ആകാശവും ഭൂമിയും മാറിയാലും അവന്റെ വാഗ്ദത്തങ്ങൾ ഒരെണ്ണം പോലും മാറത്തില്ല. അതിനെ നിവർത്തിക്കുവാനുള്ള ശക്തി ദൈവം മാറ്റിവെച്ചിട്ടാ ആ വാഗ്ദത്തം പറഞ്ഞത്. അതുകൊണ്ട് നടക്കും. സകല വാഗ്ദത്തങ്ങളും നടക്കും, സകല ദൂതുകളും നിറവേറും. ഹല്ലേലൂയ. വെള്ളത്തിന്റെ മീതെ നീ നടന്ന ആ പരിചയത്തിൽ നടക്കാൻ നോക്കരുത്. നിന്നെ വിളിച്ചവന്റെ മുഖത്തേക്ക് നോക്കി നടക്ക, ആ ദൈവിക വിശ്വസ്തത നോക്കി നടക്ക. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇവിടെ ഡാഡി അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കായിരുന്നു, കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു മിറക്കൽ നടന്നത്. മിസ്സസ് കാന്തരാജ്, പ്രായമുള്ളൊരു ആൻറ്റി, അവരുടെ മോടെ കല്യാണമാണ് അടുത്ത ആഴ്ച, അല്ല ഈ ആഴ്ച അവരുടെ മോടെ കല്യാണമാണ്. വലിയ സന്തോഷത്തിലിരിക്കുക കുടുംബം. പെട്ടെന്ന് രാവിലെ 4 മണിക്ക്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച രാവിലെ 4 മണിക്ക് ഹാർട്ടിന് വേദനയായി. 65 വയസ്സിൽ കൂടുതൽ, 60 വയസ്സിൽ കൂടുതലുണ്ട് ആൻറ്റിക്ക്. ഹാർട്ടിന് വേദനയായി. മഹാവീർ ജെയിൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു ഹാർട്ട് തീർന്നു, ശരീരം തണുത്തു, ICUയിലാണ്. ഉടനെ ഇവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റേഷൻ ഉണ്ടല്ലോ, ഈ ഷോക്ക് അടിപ്പിക്കുന്ന പരിപാടി, ആർട്ടിഫിഷ്യലായിട്ട് ഹാർട്ട് അടിപ്പിക്കാൻ നോക്കും. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരെന്നെ വിളിച്ചു. അപ്പോഴത്തേക്ക് സമയം 6:30-7 മണി ഏതാണ്ടായി. എന്നിട്ട് പറഞ്ഞു പാസ്റ്റർ പ്ലീസ് പ്രേ, മമ്മിയുടെ ഹാർട്ട് തീർന്നു. കരഞ്ഞോണ്ടാ. അപ്പം ഞാൻ പറഞ്ഞു കരച്ചിൽ നിർത്തിയച്ച് കാര്യം പറയാൻ എന്തുവാന്ന്, കാരണം വേഗം പ്രാർത്ഥിക്കണമല്ലോ. എന്തുവാ ഇപ്പം ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ സാധാരണ, ഇപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു നോ വി ഹാവ് ടോൾഡ് ദ ഡോക്ടേഴ്സ് ഡോണ്ട് ഗിവ് അപ്പ്. അതുകൊണ്ട് അവർ ആർട്ടിഫിഷ്യൽ റെസിസ്റ്റേഷൻ ട്രൈ ചെയ്യുക പാസ്റ്റർ, പക്ഷേ വർക്ക് ചെയ്യുന്നില്ല, ഹാർട്ട് ബീറ്റ് വരുന്നില്ല, ഹാർട്ട് തിരിച്ചു വരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു നീ കരയുന്നത് എന്തിനാ? മറുപടിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി നീ കരയുന്നത് സങ്കടം കൊണ്ട്. പക്ഷെ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അകത്ത് പെട്ടെന്നൊരു നടത്തിപ്പ്, നിൻ്റെ കല്യാണത്തിന് നിൻ്റെ മമ്മി കാണും, ഒരു നടത്തിപ്പ്. അപ്പോഴത്തേക്ക് ഇവള് വലിയ കരച്ചിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കരയാനുള്ള നേരമല്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം, ഫോൺ പിടിച്ചോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ അറിയിക്കണം, കാരണം പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞൊരു ഹല്ലേലൂയ, ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് എന്തോ ഒരു മഹാഭാപിയാണ് നീ എന്നുള്ള. ബ്രദറെ നിൻ്റെ വിശ്വാസം എനിക്കറിയത്തില്ല, അങ്ങയുടെ വിശ്വാസം എനിക്കറിയത്തില്ല. എൻ്റെ കാര്യമാണ് ഞാൻ ഈ പത്രോസിൻ്റെ ഒരു അനുജനായിട്ട് വരും. നമ്മളിടയ്ക്ക് മുങ്ങിയും പൊങ്ങിയൊക്കെയാണ് നടക്കുന്നത്, നമ്മുടെ കാര്യം ഇങ്ങനെ. പക്ഷേ ഇതുവരെ മുഴുവൻ മുങ്ങാതെ കർത്താവ് സൂക്ഷിച്ചു. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഇങ്ങനെ മേഘത്തിൽ നടക്കുന്നല്ലേ ആയിരിക്കാം. ഞാൻ ഒരിക്കലും വി ആർ ബെറ്റർ ദാൻ നോ ബഡി, നമ്മളെല്ലാം സ്വത്രം. മറ്റേവരുടെ ഇരിപ്പ് കണ്ടിട്ട് ആകെ വെള്ളത്തിൻ്റെ അടി മുങ്ങുന്ന പോലുള്ള ഇരിപ്പാ. നിന്നെ മുകൾ കയറ്റാനാണ് ഇന്നത്തെ മെസ്സേജ്. ഹല്ലേലൂയ. ഏത് വെള്ളം നിന്നെ മുക്കിയോ അതേ വെള്ളത്തിൽ ദൈവം നിന്നെ പൊക്കുവാൻ പോകുകയാണ്. നിന്റെ ഭാവി വെള്ളത്തിന്റെ കയ്യിലല്ല, നിന്റെ ഭാവി നിന്നെ വിളിച്ച ദൈവത്തിന്റെ കയ്യിലാണ്. നിന്റെ ഭാവി വെള്ളത്തിന്റെ അടിയിലല്ല, നിന്റെ ഭാവി വെള്ളത്തിന്റെ മീതെയാ. ഹല്ലേലൂയ. അക്കരയ്ക്ക് പോകാൻ പറഞ്ഞ ദൈവം നിന്നെ അക്കരെ എത്തിക്കാതെ മടങ്ങത്തില്ല, 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 മടങ്ങത്തില്ല. അന്ന് വൈകിട്ട് ഞാൻ തിരിച്ച് ഈ സ്ത്രീയെ വിളിച്ചു, ഈ സിസ്റ്ററിനെ വിളിച്ചു. എന്നിട്ട് ചോദിക്കാനൊരു പേടി, അതുകൊണ്ട് ചോദിച്ചു ഹൗ ആർ യു? ഉടനെ സന്തോഷം, ഐ ആം ഫൈൻ പാസ്റ്റർ. അത് കേട്ടപ്പോൾ മനസ്സിലായി അമ്മയ്ക്ക് കുഴപ്പമില്ലെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഹൗ ഇസ് യുവർ മദർ? ഉടനെ പറഞ്ഞു പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ വേറെ ആൾക്കാരെയും വിളിച്ചു, അവരും പ്രാർത്ഥിച്ചു. ചർച്ചിലെ മറ്റ് പാസ്റ്റേഴ്സിനെ വിളിച്ചു, അവരും പ്രാർത്ഥിച്ചു. പല മിനിറ്റുകൾക്ക് ശേഷം ഡോക്ടർമാർ നിർത്താൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അകത്ത് പോയി പറഞ്ഞു നിർത്തരുത്, മൈ പാസ്റ്റേഴ്സ് ആർ പ്രേയിങ്. ഓൾ ഓഫ് എ സഡൻ പാസ്റ്റർ എൻ്റെ അമ്മയുടെ നെഞ്ച് തിരിച്ചിടിച്ചു തുടങ്ങി. മരിച്ച് അക്കോർഡിംഗ് ടു ദ മെഡിക്കൽ റെക്കോർഡ്സ് ഹാർട്ട് ബീറ്റ് നിന്ന് 5 മിനിറ്റിന് ശേഷം, 5 മിനിറ്റാണ് മെഡിക്കലി അവർ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ 5 മിനിറ്റ് അല്ല, കുറഞ്ഞത് 15 മിനിറ്റാണ്. കാരണം എന്നെ വിളിച്ചതിലും
എന്നെ വിളിച്ച ശേഷം മറ്റൊരാൾ വിളിച്ച ശേഷം അന്നേരം ഒന്നും ഹാർട്ട് അടിക്കുന്നില്ല. അതെല്ലാം കണക്ക് കൂട്ടിയപ്പോൾ 15 മിനിറ്റ് കൂടുതലായി ഹാർട്ട് നിന്നിട്ട്. അതായത് ഹാർട്ട് നിന്ന് ഡോക്ടേഴ്സ് ഡിക്ലെയർ ചെയ്തിട്ട്, ഹാർട്ട് എപ്പോഴാണ് നിന്നെന്ന് അറിയത്തില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മിക്കവാറും നിന്ന് കാണും, അറിയത്തില്ല. എന്നാൽ അതിനെ തിരിച്ചടിപ്പിച്ച ദൈവം, നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്റിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്, കല്യാണത്തിന് വരുന്നുമുണ്ട്. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹാർട്ട് നിൽക്കുമ്പോൾ അല്ല എന്നെ വിളിക്കണ്ട, അന്നേരം ഉണ്ടായ ഒരു ഇൻസ്പിറേഷന്, അങ്ങനെ അന്നേരം ഉണ്ടായ ഒരു ധൈര്യത്തിൽ പറഞ്ഞു, കർത്താവിന്ന് വിളിച്ചു, കർത്താവ് രക്ഷിച്ചു. ഹല്ലേലൂയ. ഞാൻ സാധാരണ രാവിലെ ഫോൺ എടുക്കാറില്ല, പക്ഷെ എന്തോ അന്നേരം എടുത്തു. അത് ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പായിരുന്നു. ഞാൻ പറയാൻ വന്നത്, നിന്നെ മുക്കാൻ നിൽക്കുന്ന വെള്ളത്തിൽ ദൈവം ഒരു ദൂത് തന്നാൽ ആ വെള്ളത്തിൻ്റെ മീതെ നിന്ന് നടക്കും. ഹല്ലേലൂയ. നിന്നുപോയ ഹാർട്ട് ആദ്യമായിട്ട് അടിച്ച് തിരിച്ചു കയറി വരുന്നത് ഞാൻ പേഴ്സണലി അറിയുന്നത്, പേഴ്സണലി കാണുന്നത്. ഇതിന് മുമ്പ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ലാസറിൻ്റെ ഒക്കെ 4 ദിവസം കഴിഞ്ഞാൽ ഉണ്ടായത്. അപ്പോൾ ഇത് ഒരുപാട് നടന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഫോർ മീ ഇറ്റ് വാസ് എൻ എക്സ്പീരിയൻസ്. നമ്മുടെ ദൈവം ഇന്നും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. മരിച്ചവർ ഉയർക്കും, കൂട്ടോടെ ഉയർക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇമെയിൽ വന്നു, ഇനിയും പോലെ ശരീരങ്ങളെ കുഴിച്ചിടേണ്ട. സെയിൻറ്റ് മാർക്സ്, പേരെടുത്ത് പറഞ്ഞാൽ ക്ഷമിക്കണം, ഒരു പ്രത്യേക കൂട്ടർ ഒരു ഡിസ്കഷനാണ്, ഓപ്പൺ ഡിസ്കഷൻ നടത്തുക. ഇനിയും പോലെ കുഴിച്ചിടേണ്ട, കാരണം ബാംഗ്ലൂർ സിമെട്രിയിൽ സ്ഥലമില്ല. ഒരുപാട് പേര് ഈയിടെയായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് അവിടെ സ്ഥലം കുറവാണ്. അതുകൊണ്ട് ഇനി മുതൽ കുഴിച്ചിടേണ്ട, കത്തിച്ചാൽ മതി, എല്ലാം കൂടെ കത്തിച്ച് കളയാം. കത്തിച്ച് കളഞ്ഞാൽ പിന്നെ സ്ഥലത്തിന് കുഴപ്പമില്ല, കാരണം അവിടെ ഇപ്പോൾ ഇടാൻ സ്ഥലമില്ല. അവിടെ ഇപ്പോൾ കൂടുതൽ ആൾ, ചർച്ചിൻ്റെ അകത്തെ മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ അവിടെ കിടക്കുന്ന ചില ചർച്ചകളിൽ. അതുകൊണ്ട് മാത്രമല്ല, അതിനകത്ത് ആ ഇമെയിലിനകത്ത് കിടന്ന ഒരു രസകരമായ കാര്യം, പല മെമ്പേഴ്സിനെയും നമ്മൾ അവിടെ കാണുന്നത്. കാരണം ചർച്ചിൽ കാണാറില്ല, അവിടുത്തെ കാര്യമാണ്, ഇവിടുത്തെ കാര്യമല്ല. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമുള്ളത് കൊണ്ട് ദൈവമക്കൾ ആരാധിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിക്കുന്ന ഈ ദിവസങ്ങളിൽ വി ഡോണ്ട് നോ, കൂട്ടമായിട്ട് ചിലപ്പോൾ ആൾക്കാർ ഉയർത്തെഴുന്നേറ്റെന്നിരിക്കും. ഹല്ലേലൂയ. നമ്മളെല്ലാം വിശ്വാസികളല്ലേ, വിശ്വാസത്തിന് താഴെ ഒരു കാര്യം നമുക്ക് വേണ്ട. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്യും. താണുപോകുന്ന പത്രോസിനെ പോലും പിടിച്ചുയർത്തുന്നത് ദൈവത്തിൻ്റെ കരമാണ്. എന്നാൽ ആ കരം വെളിപ്പെടണമെങ്കിൽ അകത്തിൻ്റെ അകത്തൊരു വ്യത്യാസമുണ്ടാകണം. മുങ്ങിപ്പോകുന്ന അനേകർ മുങ്ങിപ്പോകുവാൻ കാരണം എന്തുവാ? കർത്താവിൻ്റെ അടുക്കൽ നിന്ന് മുങ്ങിയിട്ടും ഈ പുള്ളികൾക്കൊന്ന് കർത്താവെന്ന് വിളിക്കാൻ ഒക്കുന്നില്ല. അന്നേരവും ഓളങ്ങളെയാണ് കർത്താവെന്ന് വിളിക്കുന്നത്. അന്നേരവും ഇതിനെ കണ്ടാ ഭയപ്പെടുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഭയം യേശുവിങ്കലായിരിക്കട്ടെ. എല്ലാ ഭയത്തെയും നീക്കിയിട്ട്, കർത്താവെ ഞാൻ അങ്ങേ മാത്രം ഭയക്കുന്നു, മറ്റെല്ലാ ഭയങ്ങളെയും ഈ രാത്രി എടുത്ത് മാറ്റുന്നു എന്ന് പറയുവാൻ വിശ്വസ്തത, ഹൃദയത്തിൻ്റെ അകത്ത് വിശ്വസ്തതയുള്ളവർക്ക് വേണ്ടി ഈ രാത്രി വെള്ളത്തിൻ്റെ മീതെ നടക്കുന്ന ഒരു കൃപ എൻ്റെ ദൈവം കൽപ്പിച്ചാക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇതുവരെ റോഡെ നടന്നതുപോലെ ഇനി വെള്ളത്തിൻ്റെ മീതെ ഒരു നടപ്പ്, മുക്കിക്കളയുവാൻ വന്ന ശക്തികളുടെ മീതെ ഒരു നടപ്പ്. ആ നടപ്പിൽ ബൈബിൾ പറയുന്നു, അപ്പോൾ കാറ്റ് ശാന്തമായി. വായിച്ചോട്ടെ, ആ വാക്യം കൊണ്ടൊന്ന് വായിക്കണം. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. നോക്കിക്കോണേ, പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പിശാചിന് നല്ല കോമൺ സെൻസ് ഉണ്ട്, നമ്മുടെ അത്രയില്ല, അവന് ഒരു കോമൺ സെൻസ് ഉണ്ട്. അവന് മനസ്സിലായി ഇനി അടിച്ചിട്ടൊരു പ്രയോജനമില്ല. കാരണം ഇവനിപ്പം കാറ്റിൻ്റെ മീതെയും വെള്ളത്തിൻ്റെ മീതെയും നടക്കുവാനുള്ള ആ ജ്ഞാനം ദൈവിക ജ്ഞാനമായി. സ്തോത്രം. വെള്ളത്തിൻ്റെ മീതെ എങ്ങനെ നടക്കേണ്ടി എന്നുള്ള പത്രോസിന് മനസ്സിലായി. ആകയാൽ ഇനിയും അടിച്ചിട്ടൊരു കാര്യവുമില്ല. വേറെ ഏതെങ്കിലും ശിഷ്യന്മാരുടെ മണ്ടയിൽ അടിക്കാമെന്ന് പറഞ്ഞ് കാറ്റ് അതുവഴി തിരിഞ്ഞുപോയി. എങ്ങോട്ടാണ് പോയെന്ന് അറിയത്തില്ല. പക്ഷേ ഈടെയായിട്ട് അടിക്കുന്നുണ്ട്, പലയിടത്തായിട്ട് അടിക്കുന്നുണ്ട്. ഭയപ്പെടാതെ ദൈവിക കാഴ്ചപ്പാടിൽ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, എന്നെ വിളിച്ചിറക്കിയ കർത്താവ് വിശ്വസ്തനാ എന്ന ഉറപ്പ് ഹൃദയത്തിലുള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയുള്ളവരുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട്, നീ വെള്ളത്തിന് മീതെ നടക്കും, വെള്ളങ്ങൾ നിന്നെ മുക്കിക്കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി നിന്നെ ദഹിപ്പിക്കത്തില്ല. വചനത്തിൽ വിശ്വസിക്കുന്നുവോ? തീയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുന്നുവോ? വെള്ളത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നുവോ? യെശയ്യാപ്രവചനം 53-ാം അധ്യായം 1-ാമത്തെ വാക്യം, നീ ആരുടെ വാർത്ത വിശ്വസിക്കും? വെള്ളം പറയും ഞാൻ നിന്നെ മുക്കിക്കളയും, തീ പറയും ഞാൻ നിന്നെ ദഹിപ്പിച്ചു കളയും. ദൈവം പറയുന്നു, രണ്ടിലും നിന്നെ മുക്കാതെയും നിന്നെ ദഹിപ്പിക്കാതെയും നടത്തുവാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആരുടെ വാർത്ത വിശ്വസിക്കും? ഹല്ലേലൂയ. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കും. സ്തോത്രം, സ്തോത്രം.
ഈ രാത്രി ഒരു വിശ്വാസത്തിന് വ്യത്യാസം ഉണ്ടാകട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും അകത്ത് ഒരു ചേഞ്ച് ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ കരയ്ക്ക് നിന്നപ്പോൾ അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞതിനെ വിളിച്ച യേശു കർത്താവിൻ്റെ വാഗ്ദത്തം എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം, എൻ്റെ സൈഡിൽ ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചാലും ഇല്ലെങ്കിലും, എൻ്റെ വശത്ത് ദൈവ സാന്നിധ്യം അനുഭവിച്ചാലും ഇല്ലെങ്കിലും, എൻ്റെ വശങ്ങളിൽ കാറ്റായിരിക്കും, കോളിളക്കമായിരിക്കും. എൻ്റെ വശത്ത് കൂടെ നിന്ന പടക് ശിഷ്യന്മാരോടുകൂടെ അല്പം ദൂരേക്ക് യാത്ര ചെയ്ത് കാണുമായിരിക്കും. എൻ്റെ സൈഡിൽ ആരും കാണത്തില്ലായിരിക്കും. എങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉള്ളിടത്തോളം കാലം ഞാൻ ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കും. എൻ്റെ പരിസരത്തെ ഞാൻ ശ്രദ്ധിക്കും, അതിൽ വിശ്വസിക്കത്തില്ല, അതിൻ്റെ കഴിവിൽ വിശ്വസിക്കത്തില്ല, എൻ്റെ പരിസരത്തിൻ്റെ ബലത്തിൽ ഞാൻ വിശ്വസിക്കത്തില്ല, എനിക്ക് വിരോധമായി വരുന്ന ശക്തിയിൽ ഞാൻ വിശ്വസിക്കത്തില്ല, അവയുടെ കഴത്തിൽ ഞാൻ വിശ്വസിക്കത്തില്ല, അവയുടെ ബലത്തിൽ ഞാൻ വിശ്വസിക്കത്തില്ല, അത് ഞാൻ കണക്ക് കൂട്ടത്തില്ല. എന്നെ വിളിച്ചവൻ വിശ്വസ്തനെന്ന്, അവനിൽ ഞാൻ വിശ്വസിക്കും, അവന്റെ ബലത്തെ ഞാൻ വിശ്വസിക്കും, ഹല്ലേലൂയ, അവന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കും. അബ്രഹാമിന്റെ ജീവചരിത്രത്തിലെ രഹസ്യം അതായിരുന്നു. ഐ ബിലീവ് ഇൻ ഗോഡ്. സ്തോത്രം. ഇസഹാക്കിന്റെ വിശ്വാസം അതായിരുന്നു. അതുകൊണ്ടല്ലേ കർത്താവ് ഇസഹാക്കിനോട് പറഞ്ഞു, നീ പോകണ്ട, ഗെരാറിൽ പാർക്കാൻ പറഞ്ഞു. And he stayed in a land of famine. വരൾച്ചയുള്ള സ്ഥലത്ത്, വരൾച്ചയുടെ കാലത്ത്, വരണ്ട നിലത്ത് ഇസഹാക്ക് താമസിച്ചെന്ന് മാത്രമല്ല, അതിനകത്ത് വലിയ അത്ഭുതം, അവൻ വരണ്ട നിലത്ത്, ഫാമിൻ, വരൾച്ചയുള്ള സ്ഥലത്ത് അവൻ വിതച്ചു. കാരണം അവനറിയാം, ഞാൻ വിതയ്ക്കുന്നത് നിലത്തല്ല, ഞാൻ വിതയ്ക്കുന്നത് വിളിയിലാണ്, ഞാൻ വിതയ്ക്കുന്നത് ദൈവിക നടത്തിപ്പിലാണ്, ഞാൻ വിതയ്ക്കുന്നത് വാഗ്ദത്തത്തിലാണ്, ഞാൻ വിതയ്ക്കുന്നത് ദൈവിക വിശ്വസ്തതയിലാണ്, ഞാൻ വിതയ്ക്കുന്നത് എൻ്റെ പിതാവിനോടുള്ള ദൈവിക ആ ഒരു വിളിച്ച ആ ദൈവത്തിന്റെ വിശ്വസ്തത, ഉടമ്പടിയിലാണ് ഞാൻ വിതയ്ക്കുന്നത്. ഇൻ ദ കവനന്റ്. ഹല്ലേലൂയ. ഞാൻ വിതയ്ക്കുന്നത് നിലത്തല്ല. അല്ലെ, നിലത്ത് വീഴട്ട്. ഞാൻ വിതയ്ക്കുന്നതോ എൻ്റെ കാഴ്ചപ്പാടില്ല. മഴയില്ലാഞ്ഞ സ്ഥലത്ത് 60 മേനി 100 മേനി ആശാൻ കൊയ്തു. പിന്നല്ല, അനേകർ അന്തരീക്ഷത്തിൽ വിതയ്ക്കും, അനേകർ നിലത്ത് വിതയ്ക്കും. എന്നാൽ ഇസഹാക്കോ അവൻ്റെ വിളിയിൽ വിതച്ചു. ദൈവം വിളിച്ചെടുത്ത് വിതച്ചു. സ്തോത്രം. നിലത്തിൻ്റെ നിറം പൊട്ടി നിൽക്കുക. മഴയില്ലാത്തത് കൊണ്ട് ആൾക്കാരെല്ലാം വെക്കേറ്റ് ചെയ്ത് പോവുക, അവിടുന്ന് കൂട്ടമായിട്ട് പോവുക. ഇസഹാക്ക് പറഞ്ഞു, ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കുക, കാരണം എൻ്റെ വിളി ഇവിടെ. ഹല്ലേലൂയ. അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു, യേശുവിന്റെ വിളിയിലാണ് ഞാൻ നിൽക്കുന്നത്. വിതയ്ക്കാൻ ദൈവം പറഞ്ഞു, ഞാൻ വിതയ്ക്കുക. സ്തോത്രം. വളർത്തുന്നത് ദൈവമാ. വിതച്ചാലുള്ള ചങ്കിടിപ്പ് എനിക്കറിയാം. കാരണം പണ്ടൊരിക്കൽ നമ്മുടെ ഒരു ബ്രദറ്, പുള്ളിക്കാരനൊരു ഫാമുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഷുഗർ കെയിൻ നടുക, ഷുഗർ കെയിൻ, കരിമ്പ് നടുക. അതുകൊണ്ട് ആദ്യമായിട്ടാണ് കരിമ്പ് നടുന്നത്, പാസ്റ്റർ വന്ന് നടണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ദൂരെ ഞാൻ കരിമ്പ് നടാൻ പോയി. അങ്ങനെ കരിമ്പ് നടാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇതല്ലേ അവിടെ എല്ലാം നന്നായിട്ട് ഇത് നിലം ഉഴുതിട്ടേക്കുക, ബ്യൂട്ടിഫുൾ. പറഞ്ഞു, ഇവിടെ മുതൽ തുടങ്ങാമെന്ന് പറഞ്ഞു. എനിക്ക് 10 ഇത് തന്നു. ഭൂമിയുടെ അടി 2 ഇഞ്ച് ഒരു രീതിയിലാണ് കുഴിക്കേണ്ടത്. അങ്ങനെ കുഴിച്ചു വെച്ചു, 2 ഇഞ്ച് കുഴിച്ചു വെച്ചു. ബാക്കിയെല്ലാം അവിടുത്തെ വേലക്കാർ, ഞാൻ പ്രാർത്ഥിച്ച് കുഴിച്ചു കഴിഞ്ഞ് 10 കുഴിച്ചു. ബാക്കിയെല്ലാം അവിടുത്തെ വേലക്കാരും പുള്ളിക്കാരനും ബാക്കി കുടുംബക്കാരും എല്ലാവരും കൂടെ ചെയ്തു. അങ്ങനെ ഫാമിങ് തുടങ്ങി. ഞാൻ പിറ്റേ ദിവസം വിളിച്ചു, ഹൗ ആർ യു, എങ്ങനെയുണ്ട്, ഡൂയിങ് വെൽ. ഞാൻ പറഞ്ഞു, ഫാമിൽ പോയായിരുന്നു. പോയി പാസ്റ്റർ, രാവിലെ പോയായിരുന്നു. എങ്ങനെ എല്ലാം നന്നായി. അല്ല, നമ്മൾ ആ കുഴിച്ചെടുത്തത് ഇല്ല, അതിപ്പം വരത്തില്ല, അത് കുറച്ച് ദിവസം കഴിയും. എനിക്ക് പേടി, കർത്താവെ ഞാൻ കുഴിച്ച 10 വരണം. കാരണം എല്ലാ ദിവസം രാവിലെ ഞാൻ പറയാം, കർത്താവെ ആദ്യത്തെ ഇല ഈ 10 എനിവേ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചു, എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. പാസ്റ്ററെ കുറേയൊക്കെ വന്നിട്ടുണ്ട്, യുനോ രാവിലെ ഞാൻ കണ്ടായിരുന്നു, കുറച്ചൊക്കെ ഷൂട്ട്സ് വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ആദ്യത്തെ റോയിൽ എന്തെങ്കിലും വന്നോ? വന്നില്ല.
എൻ്റെ പേടി, എൻ്റെ നാണം അദ്ദേഹത്തെ അറിയിക്കാതെ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഇറ്റ് കം, വരും. പിന്നെ പുള്ളി എന്നോട് ചോദിക്കുക, വൈ ആർ യു സോ കൺസേൺഡ് അബൌട്ട് ദ ഫസ്റ്റ് 10 പാസ്റ്റർ? ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് എൻ്റെ ആയുസ്സിൽ നടന്നത് ഞാൻ, അത് നിങ്ങളുടെ വയലിലായിപ്പോയി, അത് വളരണം, അത് നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്, ഞാനല്ല. നടുന്നത് എൻ്റെ ജോലി, നിങ്ങൾ പ്രാർത്ഥിക്കണം. പുള്ളി പറഞ്ഞു, പാസ്റ്റർ വിശ്വാസത്തിൽ ബലപ്പെട്, യു ഡോണ്ട് വറി. എൻ്റെ ഒരു സ്നേഹിതനാണ്, യു ഡോണ്ട് വറി, അത് വരും, തക്ക സമയത്ത് അത് വരും. കൃത്യം പോലെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇല വന്ന് ഞാൻ പോയി കണ്ടായിരുന്നു ആ കരിമ്പെല്ലാം നിൽക്കുന്നത്. എനിക്ക് ആ കരിമ്പിനോടൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ നട്ടിട്ടെന്താ പെതിയ വന്നതെന്ന്. എനിവേ, ഈ ഫാർമിങ്ങിൽ ഉള്ളവർക്കൊരു കാര്യം അറിയാം, നട്ടാൽ പേടിക്കണ്ട, കുറച്ച് നാൾ കഴിയുമ്പോൾ വരും. അപ്പോൾ ഇസഹാക്കിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇസഹാക്ക് എന്ത് ടെൻഷനിലായിരിക്കും നടക്കുന്നത് ഈ ആദ്യത്തെ നാമ്പ് കാണുന്നിടം വരെ, അല്ലേ? കാരണം വരേണ്ട സ്ഥലമാണ്, ഇതിനടി വെള്ളമില്ല. ഹോ, ഇതെങ്ങനെ ഒന്ന് ഒത്തുവരുന്നത് എന്നുള്ള ചിന്ത അവന് വന്ന് കാണുമായിരിക്കും. പക്ഷെ ബൈബിളിൽ അതിനെപ്പറ്റി ഒന്നും എഴുതിയിട്ടില്ല. കാരണം ഇസഹാക്കിന് ഒരു കാര്യം അറിയാം, എൻ്റെ പിതാവിൻ്റെ കൂടെ നടന്ന ദൈവ സാന്നിധ്യം, അതിലാണ് ഞാൻ നടക്കുന്നത്, ആ വാഗ്ദത്തത്തിലാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ പിതാവിനെ വിളിച്ചു വേർതിരിച്ച ദൈവം എന്നോട് സംസാരിച്ചു, എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഐ വാസ് പ്രിവിലേജ്ഡ് ടു ഗോ ടു ദിസ് പ്ലേസ്, ധോൽക്ക. പണ്ഡിറ്റ് രാമാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആദ്യമേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ചരിത്രം അങ്ങനെയാണെന്ന് പറയുന്നു. എൻ്റെ മനസ്സിൽ ഒരു ദിവസം പെട്ടെന്ന് തോന്നി അവിടെ പോകണമെന്ന്. നേരെ പൂനായി പോയി. പൂനായി ചെന്നു. നമ്മുടെ ചർച്ചിൻ്റെ ഒരു സാക്ഷ്യമായിട്ടും കൂടെ ഇടയ്ക്ക് പറയാം. ദൈവം ഇവിടെ വരുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു രീതികൾ. ഈ സിസ്റ്റർ, പുള്ളിക്കാരത്തെയും ഫാദറും എല്ലാവരും കൂടെ ചർച്ചിൽ വരുമായിരുന്നു, നമ്മുടെ ചർച്ച ആരാധനയ്ക്ക് വരുമായിരുന്നു. കാരണം അവരുടെ സാക്ഷ്യമാണ്, അവർക്ക് പൂനായി നിൽക്കാൻ വയ്യാത്ത പോലെ കടമായി. അങ്ങനെ ഈ പുള്ളിക്കാരത്തിയുടെ ജോലിയിൽ ഒരു കൊച്ചു വീട്ടിൽ, ഞാൻ ആ വീട്ടിൽ പോയിട്ടില്ല, അസോസിയേറ്റ് പാസ്റ്റേഴ്സ് പോയിട്ടുണ്ട്, അവരെന്നോട് പറഞ്ഞു തീരെ ചെറിയ വീടായിരുന്നെന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരത്തിയുടെ ഒരു ജോലിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. ഒരു ദിവസം കേഴ്സ് ബ്രേക്കിംഗ് ആണെന്ന് തോന്നുന്നു, ഇവിടെ കയറി വന്നു. സർവീസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഏതാണ്ട് ഒരു പ്രെയർ കഴിഞ്ഞ് ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു, അവിടെയും പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്തോ ഇത് ഈ ഞങ്ങളുടെ മേലുള്ള ഫൈനാൻഷ്യൽ ശാപം പോയെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും അറിയാതെ ഞാൻ പുള്ളിക്കാരത്തിയെ വിളിക്കുന്നത്. എനിക്ക് പൂനെയിൽ ആരെയെങ്കിലും വിളിച്ച് എന്നെ എയർപോർട്ടിൽ നിന്ന് ഖേദ്ഗാവ് 60 കിലോമീറ്റർ ദൂരെ എയർപോർട്ടിൽ നിന്ന്, അപ്പോൾ എന്നെ ആരെങ്കിലും ഒന്ന് എന്നെ സഹായിക്കണം, ആ സ്ഥലം അറിയാവുന്ന ആരെങ്കിലും സഹായിക്കണം. ആരുടെ നമ്പർ കിട്ടിയില്ല. ഈ പുള്ളിക്കാരത്തിൻ്റെ നമ്പർ ഓഫീസിലുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചതാണ്. അപ്പം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒന്നും വിഷമിക്കേണ്ട, എൻ്റെ ഡ്രൈവറും കാറും എല്ലാം അവിടെ കാണും, ഞാൻ കാണത്തില്ല, പക്ഷേ ഡ്രൈവർ വിൽ പിക്ക് യു അപ്പ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യു. എല്ലാം കഴിഞ്ഞ് രാത്രിയിലാണ് ഈ ചരിത്രം അറിയുന്നത്. എന്നോട് പറഞ്ഞു, എല്ലാം മുടിഞ്ഞു കിടക്കുകയായിരുന്നു, എല്ലാം നശിച്ച് കിടക്കുകയായിരുന്നു. പക്ഷേ ശാപം പൊട്ടി, കാര്യങ്ങൾക്കൊരു ചേഞ്ചായി. ഇന്ന് അപ്പോൾ അനുഭവസാക്ഷ്യം പറയുകയാണ്, കാറെ ഡ്രൈവറും പുള്ളിക്കാരത്തെയും ആൾക്കാരും ഞാനും എല്ലാം ഇങ്ങനെ യാത്ര ചെയ്യുക, തിരിച്ച് പൂനായിൽ നിന്ന് എയർപോർട്ടിലോട്ട് പോവുക. അപ്പോൾ ഡ്രൈവർ ഇവരോട് പറയുക, മാഡം നിങ്ങളുടെ ബ്രദറും ഓഫീസ് സ്റ്റാഫും കൂടെ തൻ്റെ ഈ അപ്പാർട്ട്മെൻറ്റിൽ 2 ഫ്ലാറ്റ് കഴിഞ്ഞ ആഴ്ച രജിസ്റ്റർ ചെയ്തായിരുന്നു. ആ ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി അങ്ങോട്ട് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മിനിഞ്ഞാന്ന് ഞാനും കൂടെ വന്നത്, ഇവിടെ 2 ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഞാൻ പുള്ളിക്കാരത്തിയോട് ചോദിച്ചു, സിസ്റ്റർ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പുള്ളിക്കാരത്തി പറഞ്ഞു, പാസ്റ്ററെ അഹങ്കാരമാണ് ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്, പക്ഷേ സത്യമായിട്ടും ദൈവം ഇന്ന് തന്നിട്ടുള്ളതിൻ്റെ കണക്ക് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡ്രൈവർ അങ്ങോട്ട് ഖേദ്ഗാവിലോട്ട് പോകുന്നേരം എന്നോട് പറഞ്ഞു, സാറേ മാഡമിന് ഇത്രയും 3 കാറുണ്ട്, മാഡമിൻ്റെ ഫാമിലിക്ക് ഇത്രയും 3 കാറുണ്ട്. ഏതാ? സ്കോഡയുടെ ലോറ, ഈ വലിയ വണ്ടി, 25 ലക്ഷം 30 ലക്ഷം ഏതാണ്ട് വരണം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇവരെയൊക്കെ അനുഗ്രഹിക്കുന്ന ആ സമയം നോക്കി നമ്മുടെ തലയിൽ തന്നെ ഒന്ന് കൈവച്ചാൽ എങ്ങനെയാണ്? എന്നിട്ട് ഡ്രൈവർ എന്നോട് പറഞ്ഞു, ഇത്രയും 3 കാറുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ 4-5 വർഷം കൊണ്ടുണ്ടായത്. ഇത് കൂടാതെ സാർ ഓടിക്കുന്ന കാറ്, വലിയ ആൾ ഓടിക്കുന്ന കാർ, ഇറ്റ്സ് എ പോർഷ് കാർ, 2 കോടി അതിൻ്റെ വില, ആ കാറിൻ്റെ വില. അത്രയും വിലയുള്ള കാറുകളുണ്ട്, 2 കോടി അതിൻ്റെ വില, അതാ സാർ ഓടിക്കുന്നത്. എനിക്ക് അന്നേരം മൂലമുണ്ട് ഇവരെ കണ്ട് എങ്ങനെ ഇതിൻ്റെ പരിപാടി എന്നൊന്ന് അറിയണം. പിന്നെ അറിയുന്ന ഇവിടെ പ്രാർത്ഥിച്ച അനുഗ്രഹമാണ്.
അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോണം. എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. നിന്നെ മുക്കാൻ നിന്ന വെള്ളത്തിന്റെ മേൽ നീ നടക്കുവാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. കാറ് പറഞ്ഞപ്പോൾ സന്തോഷമായി. ഗോഡ് ഇസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. ദൈവം വിശ്വസ്തനാണ്. ശരി, അപ്പോൾ ഖേദ്ഗാവിൽ ഞാൻ ചെന്നു. എനിക്ക് പ്രാർത്ഥിക്കണം തോന്നി. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. പണ്ഡിറ്റ് രാമാഭായി സ്ഥലത്ത് ആ പെർട്ടിക്കുലർ ഹാളിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങിയെന്ന് പറയുന്ന ആ സ്പോട്ടിൽ അവരെന്നെ കൊണ്ടുപോയി. അവിടുത്തെ ആ അലയൻസ് ഫ്രാൻസി ചർച്ചുകാർ എന്നെ കൊണ്ടുപോയപ്പം എനിക്കവിടെ ഏറ്റവും എന്നെ വളരെ ഇൻസ്പയർ ചെയ്തൊരു കാര്യം തടി കൊണ്ടുള്ള പണിയാണ്. നിങ്ങൾക്കൊക്കെ ചാൻസ് കിട്ടുമ്പോൾ പോകണം. പൂനെ പോകുന്നുണ്ടെങ്കിൽ അവിടെ പോകണം. തടി കൊണ്ടുള്ള പണിയാണ്. ആ പണിയിൽ കഴിഞ്ഞ 100 ചില്വാനം വർഷങ്ങളായി ഒറ്റ പ്രാവശ്യം പോലും അവർ മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല. ഇന്നും ചെതറി പിടിച്ചിട്ടില്ല, ഒരു പ്രശ്നവുമില്ല, പുതുതായിട്ടിരിക്കുന്നു. എല്ലാ ദിവസവും അവിടെ പ്രെയറുണ്ട്. ഐ വാസ് സോ ഇൻസ്പയർഡ്. ഇതെല്ലാം കഴിഞ്ഞാൽ ഗുജറാത്തിൽ ചെന്നപ്പോൾ ധോൽക്കിയ എന്ന് പറയുന്ന സ്ഥലത്താണ് പരിശുദ്ധാത്മാഭിഷേകം ഖേദ്ഗാവിനുണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായി. ഗുജറാത്തിലുണ്ടായെന്ന് അവർ പറയുന്നത്. എനിക്കറിഞ്ഞുകൂടെ, ഇതെല്ലാം അവർ തമ്മിൽ ഉള്ള കാര്യങ്ങളാണ്. എവിടെയാണെങ്കിലും ശരി ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. അപ്പം ഞാൻ അവിടെ പോയി. അവിടെ പ്രസംഗിക്കാൻ പോയപ്പോൾ എന്നോട് കൊണ്ടുപോയ പാസ്റ്റർ ജിയോ എന്നോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനൊരു ധോൽക്കിയ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ. ഞാൻ പറഞ്ഞു നേരെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഹോട്ടലിൽ പിന്നെ പോകാം. പുള്ളി സമ്മതിച്ചില്ല. അങ്ങനെ ഹോട്ടൽ വഴി അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പം അവിടുത്തെ ആൾക്കാർ എന്നോട് ഒരു ചരിത്രം പറഞ്ഞു. ബ്യൂട്ടിഫുൾ സ്റ്റോറി. അവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞത്. അവിടെയും പോയി പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് പ്രാർത്ഥിച്ചോളൂ, തിരിച്ചു വന്നു. കർത്താവെ ബാംഗ്ലൂരിലും കൂടെ ഒന്ന് വരണമെന്നാണ് പ്രാർത്ഥിച്ചത്, രണ്ടിടത്തും. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരെന്നോടൊരു കാര്യം പറഞ്ഞു. അവിടെ ഒരു കിണറുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വന്നേ പിന്നെ 100 ചില്വാനം വർഷമായി ഇന്നു വരെ ഗുജറാത്തിലെ അതിൻ്റെ ചുറ്റുമുള്ള 150 കിലോമീറ്റർ ചുറ്റും 2-3 പ്രാവശ്യം ഫാമിൻ, വരൾച്ച ഉണ്ടായിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം പോലും എല്ലാ കിണറുകൾ വറ്റിയെങ്കിലും ഈ കിണർ വറ്റിയിട്ടില്ല. അവിടുത്തെ ലോക്കലൈറ്റ്സ് പറയുന്നത് പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ അനുഗ്രഹമാണ് അവർ പറയുന്നത്. അവിടുത്തെ ലോക്കലൈറ്റ്സ്, നോൺ ക്രിസ്ത്യൻസ് ഞങ്ങളോട് പറഞ്ഞ കാര്യം. എങ്ങനെയുണ്ട്? പരിശുദ്ധാത്മാവ് വന്നാൽ അങ്ങനെയാണ്, ദൈവസാന്നിധ്യം വന്നാൽ അങ്ങനെയാണ്. നിന്നെ മുക്കത്തില്ല. ബാക്കി എല്ലാം മുങ്ങിയാലും യു വിൽ ബി ഗ്രീൻ. നീ പച്ചയായി നിൽക്കും. ദൈവസാന്നിധ്യമുള്ളവരുടെ ജീവിതത്തിൻ്റെ അനുഭവമായത്. ദൈവസാന്നിധ്യം ഇറങ്ങിയ ഭൂമിയുടെ അനുഭവമായത്. ജീവനില്ലാത്ത ഭൂമിക്ക് പോലും ഒരു അനുഭവമുണ്ട്. എന്തുവാ? വിളിക്കകത്ത് നിന്നാൽ അത് പച്ചയായിട്ട് നിൽക്കും. പച്ചയായിട്ട് നിൽക്കും. വാടാത്ത വൃക്ഷം പോലെ, ആറ്റരികത്ത് നട്ട വൃക്ഷം പോലെ നീ പച്ചയോടെ നിൽക്കും. ഫലം കായ്ക്കുന്ന വൃക്ഷമായി നിൽക്കും. സ്തോത്രം, 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 സ്തോത്രം. ശരി, അതിൻ്റെ പ്രൂഫ് വേണമെന്ന് പറഞ്ഞ് ഞാൻ തപ്പിയിറങ്ങിയപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഒരു ഡോക്യുമെൻ്റ് എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഡോക്യുമെൻ്റ് വേണം. അതിനവിടെ നിന്ന് 1-2 പേർക്ക് സ്വത്രാഴ്ചയൊക്കെ കൊടുത്തിങ്ങനെ ഒരു രീതിയിൽ എവിടെ ഡോക്യുമെൻ്റ് അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂരിൽ അതിൻ്റെ ഡോക്യുമെൻ്റ്. അതിൻ്റെ മേൽ ആദ്യമേ ഇന്ത്യയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് ഗുജറാത്തിലാണെന്നുള്ളതിൻ്റെ തെളിവും ഡോക്യുമെൻസും സയാക്സിലായിരിക്കുന്നത്. അവിടുത്തെ ലൈബ്രറിയിലുണ്ട്. ഇവിടെ വന്ന് ഞാൻ അവിടുത്തെ ലൈബ്രറിക്കാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ആൾക്കാരെ വിട്ട് തപ്പി അവരെ കാണിച്ചു കൊടുത്ത് എവിടെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ശരി എടുത്തോളാൻ പറഞ്ഞു. എടുത്തില്ല, എടുക്കണം. പക്ഷെ ദൈവ സാന്നിധ്യം ഇറങ്ങിയ, ദൈവിക വിളിയുണ്ടായ ഇടങ്ങളുടെ വ്യത്യാസം. സാധാരണ ഭൂമിക്ക് അങ്ങനെ വ്യത്യാസമുണ്ടെങ്കിൽ എത്രയധികം ഒരു ദൈവവൈതലിനുണ്ടായിരിക്കും. ദൈവിക വിളിയിൽ നിൽക്കുന്ന ദൈവവൈതലെ വെള്ളം നിന്നെ മുക്കത്തില്ല. കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നാൽ മതി, ചിന്താഗതികൾക്ക് വ്യത്യാസം വന്നാൽ മതി, ഹല്ലേലൂയ, രീതികൾക്ക് വ്യത്യാസം വന്നാൽ മതി. നമ്മുടെ എക്സ്പെക്റ്റേഷന്, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ചിന്താഗതികൾക്കൊരു വ്യത്യാസം വന്നാൽ മതി, നമ്മുടെ നിരീക്ഷകൾക്കൊരു വ്യത്യാസം വന്നാൽ മതി. ഈ വെള്ളത്തിന് മേൽ നടക്കുവാനാണ് കർത്താവ് വിളിച്ചത്, ഇതിനകത്ത് മുങ്ങാനല്ല വിളിച്ചത്. പക്ഷേ ചിന്താഗതിക്ക് വ്യത്യാസം വന്നില്ലെങ്കിൽ കർത്താവ് അടുത്ത് നിൽക്കുമ്പോൾ തന്നെ മുങ്ങിയിരിക്കും. കൈയെത്തുന്ന ദൂരത്ത് മുങ്ങിയിരിക്കും. വെള്ളം കുടിച്ച് ചത്തിരിക്കും. കാരണം ദൈവം പുറമേ അല്ല നോക്കുന്നത്, ദൈവം അകമയാ നോക്കുന്നത്. കർത്താവിൻ്റെ കൈ കർത്താവ് നീട്ടുവാൻ ആഗ്രഹിക്കുന്നു. പ്രവർത്തിക്കാതിരിക്കാതെ വണ്ണം അവൻ്റെ കരം കുറുകായിട്ടില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും ദൈവത്തിൻ്റെ കരം നീട്ടപ്പെടും. നീട്ടിയ ഭുജത്താൽ ഇസ്രായേലിനെ പുറത്തെടുത്ത ദൈവം
നീട്ടിയ ഭുജത്താൽ ചെങ്കടലിനെ വലിച്ചു കീറിയ ദൈവം, നീട്ടിയ ഭുജത്താൽ യെരിഹോവിന്റെ കോട്ടയെ ഞെക്കി താത്ത ദൈവം ചിലർക്ക് വേണ്ടി ഈ രാത്രി കൈ നീട്ടുവാൻ ആഗ്രഹിക്കുന്നു. നീട്ടപ്പെട്ട ഭുജത്തിന്റെ മേൽ കയറി പിടിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അകത്തിന്റെ അകത്തുനിന്ന് ആ വിശ്വാസത്തിന്റെ കരമൊന്ന് നീളട്ടെ. ഹല്ലേലൂയ. മുക്കുന്ന വെള്ളത്തെ നോക്കി പറ, പിശാചേ നിന്റെ കാലം കഴിഞ്ഞു, നിന്റെ സമയം കഴിഞ്ഞു, നിന്റെ ബലം കഴിഞ്ഞു, നിന്നിൽ ആശ്രയിക്കുന്ന ദിവസങ്ങൾ കഴിഞ്ഞു. ഇനിയും എന്റെ ഭയം നിന്നെയല്ല, എന്നെ വിളിച്ചവന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുകയാണ്. എന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന, എന്റെ മുഖത്തെ അഭിഷേകം ചെയ്യുന്ന, എന്റെ തലയുടെ മേൽ എണ്ണ ഒഴിക്കുന്ന ഹല്ലേലൂയ. ദൈവത്തെയാ ഞാൻ ആശ്രയിക്കുന്നത്. അല്പവിശ്വാസമുള്ളവർക്ക് പോലും, എൻ്റെ അവസാനത്തെ ഭാഗം അത്, അല്പവിശ്വാസമുള്ളവർക്ക് പോലും വെള്ളത്തിന് മേൽ നടക്കാം. ഹല്ലേലൂയ. പൂർണ്ണ വിശ്വാസം വേണമെന്നില്ല കേട്ടോ. അല്പവിശ്വാസം ഉണ്ടോ വെള്ളത്തിന്റെ മേൽ നടക്കാം. പത്രോസ് നടന്നില്ലേ? അല്പവിശ്വാസിയാന്ന് കർത്താവാ പറഞ്ഞത്. അപ്പൊ അതിനകത്തൊരു തെറ്റുമില്ല. അല്പവിശ്വാസമേ ഉള്ളായിരുന്നെന്ന് യേശു കർത്താവാ പറഞ്ഞത്. അപ്പൊ അത് കറക്റ്റ് അനാലിസിസാ. പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിലേ ജയമുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. ശരിയല്ല അത്. അല്പവിശ്വാസിക്കും ജയമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ജയമുണ്ട്. വിശ്വാസത്തിൽ അല്പവിശ്വാസിയായിട്ട് ഇരിക്കരുത്. വിശ്വാസത്തിന് വ്യത്യാസം വരണം. എന്നാലും അല്പം വിശ്വാസത്തെ പോലും ദൈവം മാനിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. മഹാസമുദ്രം പോലും ഐസ് കട്ടയായിട്ട് മാറും. കാരണം എന്തുവാ? കാരണം അവിടെ തണുത്ത കാറ്റടിക്കുക. അതുപോലെ വിശ്വാസമകത്ത് കത്തിയാൽ അന്തരീക്ഷത്തിന് വ്യത്യാസം ഉണ്ടാകും. നിന്നെ മുക്കിക്കളയുന്നതെല്ലാം അതിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടാകും. അല്പവിശ്വാസിക്കും വലിയ വിടുതലുണ്ട്. അല്പം സത്യം പറഞ്ഞ അബ്രഹാമിന് വലിയ അനുഗ്രഹമുണ്ടായി. തെളിയിക്കാം. അബീമേലെക്ക് രാജാവ് അബ്രഹാമിനോട് ചോദിച്ചു, കൂടെ നിൽക്കുന്ന സ്ത്രീ ഏതാ? എൻ്റെ പെങ്ങളാ. കള്ളമായിരുന്നു സത്യമായിരുന്നു? അത് ബൈബിൾ കൂടുതൽ അറിയാവുന്നവരാ സത്യമാണെന്ന് പറഞ്ഞത്. ബൈബിൾ കുറച്ചേ അറിയാവുന്നവർ പറയും കള്ളമാണ്, കാരണം ഭാര്യയല്ലേ. അപ്പം അത് സത്യവും കള്ളവുമാണ്. കാരണം പകുതി സത്യമാണ്. ഹാഫ് സിസ്റ്റർ ആയിരുന്നല്ലോ, ഫുൾ വൈഫായിരുന്നു. അപ്പോൾ ഫുൾ സത്യം വൈഫ് എന്നുള്ളത്, ഹാഫ് സിസ്റ്റർ എന്നുള്ളത് ഹാഫ് സത്യം. അപ്പം മറ്റേ ഹാഫ് എന്തുവാ? കള്ളമാണ്. ഇത്രയും ഹാഫ് കള്ളം പറഞ്ഞ പുള്ളിക്ക് പ്രതിഫലം കിട്ടിയത് എന്തുവാ? അബീമേലെക്ക് എന്തുവാ കൊടുത്തത്? സ്വർണം, വെള്ളി മുതലായത് ഗിഫ്റ്റായിട്ട് കൊടുത്തു. കള്ളം പറഞ്ഞേന്. വാഗ്ദത്തത്തിൽ നടക്കുന്നവൻ പകുതി സത്യം പറഞ്ഞപ്പോൾ ഇത്രയും അനുഗ്രഹമാണ്. അല്പവിശ്വാസിക്കും പ്രതിഫലമുണ്ട്. പകുതി സത്യം പറഞ്ഞുകൊണ്ട് നടക്കരുത്, അതല്ല എൻ്റെ ദൂത്. ഫുൾ സത്യമേ പറയാവൂ. അബ്രഹാം കാണിച്ച തെറ്റുകൾ കാണിക്കരുത്. എന്നാൽ വാഗ്ദത്തത്തിൽ നടന്നാൽ നിന്റെ പ്രവൃത്തിയുടെ അളവിനല്ല പ്രതിഫലം, അവന്റെ വാഗ്ദത്തത്തിനനുസരിച്ച പ്രതിഫലം. അല്പവിശ്വാസിയും വെള്ളത്തിന്റെ മേൽ നടന്നു. എത്ര പേർക്ക് ഈ ഭാഷ മനസ്സിലാവുന്നുണ്ട്? ഈ ഭാഗം മനസ്സിലാവുന്നുണ്ട്? ഫുൾ വിശ്വാസം വേണമെന്നില്ല, ഫുൾ വിശ്വാസം വേണം. എപ്പോഴും വിശ്വാസത്തിൽ നമ്മൾ ഫുൾ ആകാൻ ശ്രമിക്കണം. എന്നാൽ അല്പവിശ്വാസമേ ഉള്ളെങ്കിലും വെള്ളത്തിന് മേൽ നടക്കാൻ കഴിയും. തെളിവ് പത്രോസ്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തൊരു തെളിവ് ഞാൻ കാണിക്കാം ഈ ഭാഗത്തിന്. ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്ന കാര്യങ്ങളെ ഈ പറയുന്നത്. ദാവീദിന്റെ ജീവിതം. ഞാൻ 1-2 ചോദ്യം ചോദിക്കാൻ പോവാ. എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി ആ ഭാഗം ബൈബിളിൽ നിന്ന് വായിച്ചാൽ മതി. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ അനുഗ്രഹമായി തോന്നുന്നു? കരങ്ങൾ കാണട്ടെ. അല്ലാത്തവരെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആരുമില്ല, എല്ലാവരും കൈപൊക്കി. തമാശ പറഞ്ഞു. ദാവീദ് ഗോലിയാത്തിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? മറുപടി പറഞ്ഞാട്ട്. ദാവീദ് ഗോലിയാത്തിനെ കണ്ടപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ എന്തുവായിരുന്നു? പറഞ്ഞാട്ട്. എന്തോ? അവനെ കൊന്നാൽ എന്ത് പ്രതിഫലം കിട്ടുമെന്ന് ചോദിച്ചു. വണ്ടർഫുൾ. പറഞ്ഞാട്ട്. ആരും ആ ഭാഗം വായിച്ചിട്ടില്ലേ? എന്തോ? കൊല്ലാനുള്ള പ്രയത്നം നോക്കി. ബാക്കി പറഞ്ഞാട്ട്. എന്തോ? പെറുപെറുക്കരുത്. ബൈബിളിലെ കൽപ്പന ഉറക്കെ പറഞ്ഞാട്ട്. എന്തോ ആയിരുന്നു? ഞാൻ കഴിഞ്ഞ ഇസ്രായേൽ നേരെ നീ ആരാന്ന് പറഞ്ഞു ചെന്നു. ഓക്കെ, അങ്ങനൊന്നും അല്ല സംഭവിച്ചത്. പുള്ളി പേടിച്ചു പോയി. ഞാൻ കാണിക്കാം.
ബൈബിളിൽ നിന്ന് കാണിക്കാം. ഹി വാസ് സ്കേർഡ്, പേടിച്ചു പോയി. പേടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഓടി അവിടുന്ന്. കാരണം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ വായിക്കേണ്ട ആരും വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, ഞാൻ പറഞ്ഞ് തീരട്ടെ. ഞാൻ വായിച്ചു നോക്കി, ആദ്യം പേടിച്ചു പോയി. ഞാനും ഓർത്ത് മറ്റേതാ. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഭാവന വെച്ച് ബൈബിൾ വായിച്ചാൽ പിന്നെ ആ ഭാവന അനുസരിച്ചേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഭാവനകളെല്ലാം മാറ്റിയിട്ട് വേണം ബൈബിൾ വായിക്കാൻ. ഓരോ വാക്യവും വായിക്കുമ്പോൾ അത് എന്തുവാന്നുള്ളത് അങ്ങനെ നോക്കി മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഭാവനകൾ നമ്മളെ തെറ്റിക്കും. ദാവീദ് ഭയങ്കര ശക്തിശാലിയായിരുന്നായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനൊന്നുമല്ല, ആകെ പേടിച്ചാണ് തുടങ്ങിയത്. കാണിക്കാം. അല്പവിശ്വാസിയായിരുന്നു. കാണിക്കാം. ഈ പ്രസംഗം തെളിയിക്കാൻ വേണ്ടി എടുക്കുന്നതല്ല, ഇതൊരു സത്യാവസ്ഥയാണ്. അല്ലാതെ ഞാൻ പഠിച്ചപ്പോൾ കണ്ട കാര്യമാണ്. ദാവീദ് ചേട്ടന്മാർക്ക് വേണ്ടി ആഹാരമായി പോയപ്പോൾ ഫെലിസ്ത്യൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇസ്രായേൽ ഓടി പാറകളുടെ പുറകിൽ പോയിരുന്നു. അവിടെയും ഇവിടെയും പാത്തിരുന്നപ്പോൾ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നത്, ഈ ഞാൻ പറയുന്നത് ബൈബിളിൽ അങ്ങനെയില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക. ഓക്കെ. ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നത് ദാവീദ് കേട്ടു. എന്തുവാ? യവനെ കൊന്നാൽ രാജാവിൻ്റെ മോളെ കല്യാണത്തിന് കിട്ടും. ദാവീദ് ഇത് കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റു. അതിൻ്റെ അർത്ഥം എന്തുവാ? ദാവീദ് അവർ ഓടി. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പാറയുടെ പുറകിൽ പാത്തിരുന്ന് പറയുന്നത് കേൾക്കാൻ കാരണം ദാവീദും പാത്തിരുന്നു അവരുടെ കൂടെ. ഇല്ലെങ്കിൽ ദാവീദ് പാളയത്തിലിരുന്നാൽ പാറയുടെ പുറകിരുന്ന് പറയുന്നത് എങ്ങനെയാണ് കേൾക്കുന്നത്? ബൈബിൾ ശരിക്കും വായിച്ചു നോക്കാം, അങ്ങനെ എഴുതിയിരിക്കുന്ന അവിടെ. ആൻഡ് ഡേവിഡ് ഹേർഡ് ദാറ്റ്. ദാവീദ് അത് കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റു. എന്തോ പറഞ്ഞ? അവനെ കൊന്നാൽ എന്നാ കിട്ടും? രണ്ടുപേർത്തെ പറയൂ, അവൻ കാണരുത്. ഗോലിയാത്ത് കണ്ടാൽ ഇവിടെ വന്ന് കൊല്ലുന്ന ഇരിക്കുക. ദാവീദ് പറഞ്ഞു ഇരിക്കുന്നില്ല. എന്തോ നീ ഇപ്പൊ പറഞ്ഞെന്തോ? അന്ന് ആ പത്രത്തിൽ വന്ന ഫോട്ടോ, ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ കിട്ടുമെന്നോ? He was motivated. ഇത്രയും വലിയ പ്രതിഫലമുണ്ട് ഇവനെ കൊന്നാൽ. ഇവന്റെ മോന്തായം കണ്ടിട്ട്, തമിഴിൽ പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്, മൂഞ്ചിപ്പാർ കണ്ടിട്ട്, ഞാൻ കൊന്ന കരടിയോ സിംഹത്തിൻ്റെയോ ബലമില്ല. ഇവനെ കൊന്നാൽ, ഇവൻ പൗഡർ ഇട്ട് വന്നേക്കുന്ന ശത്രുവാ, ഇവനെ കൊന്നാലോ മറ്റവളെ കിട്ടുമോ? ഇവനെ കൊന്നാൽ അത് കിട്ടുമോ? ഒരുത്തൻ പറഞ്ഞ് കിട്ടും, നീ ഇരിക്കുക, ഗോലിയാത്ത് കാണരുത്. ചേട്ടന്മാർ പറഞ്ഞു, നീ ആടിനെ കളഞ്ഞേച്ച് ഞങ്ങളെ കൊല്ലാൻ വന്ന് നീ ഇരിക്കുക, അവനെ കൊന്ന അവളെ കിട്ടുമോ? ദാവീദിന്റെ അകത്ത് ധൈര്യമായി. ആരാണ്ട് പറഞ്ഞു ഇവനെ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവരും. ദാവീദ് പറഞ്ഞു അവിടെ എനിക്ക് പോകേണ്ടത്, അവനെ കൊന്നാൽ അവളെ കിട്ടുമോ? ഞാൻ ഓർത്ത് കല്യാണം കഴിക്കുന്ന ആകെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇത്രയും ചെയ്താൽ മതിയോ? ഇവന്റെ കൈയുടെ ബലമല്ല, സിംഹത്തിന്റെ കൈയുടെ ബലം. അതിനെ വലിച്ചു കീറിയച്ച ഞാൻ വരുന്നത്. ഓ, ഇവനെ കൊന്നാ മതിയോ? ആരാണ്ട് പറഞ്ഞു ഇതിലേ വാ, അതിലേ പോ, ഇതിലേ വാ. പുറയിൽ കൂടെ ഒരു റൂട്ടിൽ കൂടെ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. ദാവീദിന് ഒരു കാര്യമേ അറിയാനുള്ളൂ, അവനെ കൊന്നാൽ രാജാവ് പറഞ്ഞു നീ എൻ്റെ പടച്ചട്ടയും ഇട്ടുകൊണ്ട് പോ. ദാവീദ് ഇട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല, ഇത് വേണ്ട എനിക്ക്, ഇതൊന്നും വേണ്ട എനിക്ക്. ഞാൻ നടക്കുന്നത് പടച്ചട്ടയിലല്ല, ഞാൻ നടക്കുന്നത് അഭിഷേകത്തിലാണ്. എൻ്റെ മേലൊരു ദൂതുണ്ട്, അതിലാണ് ഞാൻ നടക്കുന്നത്. ഞാൻ വിതയ്ക്കുന്നത് നിലത്തല്ല, ഞാൻ വിതയ്ക്കുന്നത് എന്നെ വിളിച്ച ദൈവിക വിളിയില. ഞാൻ നടക്കുന്നത് വെള്ളത്തിന്റെ മേലല്ല, ഞാൻ നടക്കുന്നത് എൻ്റെ അകത്ത് ദൈവം വിളിച്ച വിളിയുണ്ട്, അതിലാണ് നടക്കുന്നത്. ഓ, അതിനുശേഷം ദാവീദിന് ഒരിക്കൽ പോലും ഭയമുണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല, ക്ഷമിക്കണം, 1-2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. കള്ളവും പറഞ്ഞിട്ടുണ്ട് പുള്ളി, അല്പവിശ്വാസി. പക്ഷെ പ്രതിഫലം വാസ് ഗ്രേറ്റ്. ഹല്ലേലൂയ. തെളിയിക്കാം. 1 സാമുവൽ 21 എടുത്ത് വായിക്കുമ്പോൾ അബിയാഥാർ പ്രീസ്റ്റിന്റെ മുന്നിൽ ദാവീദ് ചെന്നു. ദാവീദ് ചെന്നിട്ട് പറഞ്ഞു രാജാവിൻ്റെ ബിസിനസ്സിലാ ഞാൻ. കള്ളമല്ലേ അത്? കള്ളമാ. കാരണം എന്തോ? കാരണം കള്ളം പറഞ്ഞില്ലെങ്കിൽ ജീവൻ പോക്ക, പേടി, അല്പവിശ്വാസി. ഒരു രീതിയിൽ പകുതി കള്ളമാ പകുതി സത്യമാ. കാരണം രാജാവിൻ്റെ ബിസിനസ്സാണ് ഇവനെ കൊല്ലുക എന്നുള്ളത്. ഇവനില്ലെങ്കിൽ രാജാവിന് ബിസിനസ്സില്ല. അപ്പം രാജാവിൻ്റെ ബിസിനസ്സില്ല. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ, ഐ മീൻ ദ കിങ്സ് ബിസിനസ് എന്നാണ്. ഇവനുള്ളത് കൊണ്ടാണ് കിങ്ങിന് ബിസിനസ് ആയത്, ഇല്ലെങ്കിൽ ഇല്ലായിരുന്നു. ഒരു പകുതി സത്യമാണ്.
അബിയാത്താർ പ്രീസ്റ്റ് പറഞ്ഞു, അബിമലേഖ് പ്രീസ്റ്റ് പറഞ്ഞു, ഇവിടെ ഹോളി ബ്രെഡ് മാത്രമേ ഉള്ളൂ. ദാവീദിന് വയറ്റിൽ വിശപ്പായിട്ട് ഒരു മാർഗവുമില്ല. ദാവീദ് പറഞ്ഞു, എടുക്ക്, സാരമില്ല. എന്നിട്ട് വചനത്തിൻ്റെ അകത്തെ ഒരു ലൂപ്പ് ഹോൾ എടുത്ത് കാണിച്ചു. എന്നിട്ട് അതെടുത്ത് കഴിച്ചു. അടുത്ത വാക്യമാ, ഇറ്റ് ബ്രോക്ക് മൈ ഹാർട്ട്. ഗോലിയാത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളെടുത്ത് ഗോലിയാത്തിൻ്റെ തല വെട്ടിയിട്ട്, ഇതിൻ്റെ ആവശ്യമില്ല, എൻ്റെ മേൽ അഭിഷേകമുണ്ട്, അത് മതിയെന്ന് പറഞ്ഞ് ഗോലിയാത്തിൻ്റെ വാൾ ആരുടെയോ കയ്യിൽ കൊടുത്തു കളഞ്ഞ ദാവീദ് 1 ശമൂവേൽ 21 ഭയപ്പെട്ടിട്ട് പറയുന്നു, 21 15 21 ഭയപ്പെട്ടിട്ട് പറയുന്നു, വാളുണ്ടോ? ഓ, വാള് വേണ്ട എന്ന് പറഞ്ഞ്, പടച്ചട്ട വേണ്ട എന്ന് പറഞ്ഞ്, കയ്യിൽ കിട്ടിയ ഗോലിയാത്തിൻ്റെ വാൾ പോലും മാറ്റിവെച്ച മനുഷ്യൻ പേടിയുടെ നിമിഷത്തിൽ പറയുക, വാളുണ്ടോ? വലിയ വിശുദ്ധന്മാർക്കും അല്പവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ജയം തരുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ രാത്രിയിൽ ദൂത് മനസ്സിലാകുന്നുണ്ട്? അകത്തുള്ള വിശ്വാസത്തെ എൻ്റെ ദൈവം മാനിക്കാൻ പോവുക. എത്ര പേർ ഈ രാത്രിയിൽ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ തയ്യാറാകും? ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ, നിന്റെ അല്പവിശ്വാസത്തെ ദൈവം മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ചെറിയ വിശ്വാസത്തിന്റെ മേൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ചെറിയ ബലഹീനതയുടെ മേൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്പനേരം കണ്ണുകൾ അടയ്ക്കാം. ചില നിമിഷങ്ങൾ വാ തുറന്ന് കരങ്ങളെ അടിച്ച് അല്പവിശ്വാസമാണെങ്കിലും സാരമില്ല, ദൈവത്തെ ആരാധിക്ക്. അല്പവിശ്വാസമാണെങ്കിലും കുഴപ്പമില്ല. നിന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന, നിന്റെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്ന, ഹല്ലേലൂയ, വെള്ളത്തിന്റെ മേൽ നടക്കുമാറാകുന്ന വാതുറക്കാം. എല്ലാവരും വാതുറക്ക്. നിന്നെ മുക്കിക്കളയുവാൻ അടിച്ച കാറ്റിന്റെ മീതെ, മുക്കിക്കളയുവാൻ അടിച്ച വെള്ളങ്ങളുടെ ഓളങ്ങളുടെ മീതെ നടക്കുന്ന രാത്രിയായി രാത്രി. യേശുവിന്റെ നാമത്തിൽ വിളിക്കകത്ത് നടക്ക്. ദൈവം വിളിച്ച വിശ്വസ്തതയിൽ നടക്ക്. സ്തോത്രം. ഹല്ലേലൂയ. വിളിയുടെ ശ്രേഷ്ഠതയിൽ നിന്നും മുടക്കുവാൻ, വിളിയുടെ ബലത്തിൽ നിന്നും മുടക്കിക്കളയുവാൻ വ്യാപരിക്കുന്ന സകല രോഗശക്തികളെയും ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. റൈറ്റ് നൗ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. Thank you Jesus. ഹല്ലേലൂയ. നിന്റെ ആരാധനയുടെ മുമ്പിൽ, ദൈവത്തെ ആരാധിക്കുന്ന സ്വരത്തിന്റെ മുമ്പിൽ, നിന്റെ അകത്ത് കത്തിജ്വലിക്കുന്ന വിശ്വാസത്തിന്റെ മുമ്പിൽ നിനക്ക് വിരോധമായി വന്ന ദുഷ്ടശക്തികൾ, നിനക്ക് വിരോധമായി വന്ന പോരാട്ടങ്ങൾ, നിനക്ക് വിരോധമായി വന്ന അന്ധകാര ശക്തികൾ, നിനക്ക് വിരോധമായി വന്ന ഓരോ ചിന്താഗതികൾ, ഹല്ലേലൂയ. മണ്ണെണ്ണയും പെട്രോളും ആവിയായി മാറുന്നത് പോലെ, ആവിയായി ഇല്ലാതാകുന്നത് പോലെ, വെയിലത്ത് ആവിയായി മാറുന്നത് പോലെ നിനക്ക് വിരോധമായി വന്ന ശക്തികൾ ഈ ആരാധനയിൽ ഇല്ലാതാകുകയാണ്. സ്തോത്രം. ജയം. യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ നാമത്തിൽ ദൈവ പ്രത്യക്ഷത. യേശുവിന്റെ നാമത്തിൽ വെള്ളങ്ങളുടെ മേൽ നടക്കുന്ന അധികാരം. വരൾച്ചയുടെ കാലത്ത് കൊയ്യുന്ന അഭിഷേകം, പാറയുടെ പുറകിൽ നിന്നും ഓടി കല്ലെറിയുന്ന ദാവീദിന്റെ അഭിഷേകം ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. Hallelujah. In the mighty name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. സ്തോത്രം. ദൈവമേൽപ്പിച്ച വിശ്വാസത്തിലെ കാഹളം നീട്ടിയൂത്. ഹല്ലേലൂയ. എന്റെ ദൈവമേ, അങ്ങ് കർണാടകയുടെ ഗവൺമെന്റിനേക്കാൾ എത്ര ശ്രേഷ്ഠമായവൻ. എന്റെ ദൈവമേ, ഞങ്ങളുടെ വിരോധികളെക്കാൾ അങ്ങ് എന്ത് ശ്രേഷ്ഠമായവൻ. We love you Jesus. Hallelujah. Thank you Lord. Thank you Jesus. പുതിയ കയറുകളെ കുടഞ്ഞു കളഞ്ഞ ശിംശോനെ പോലെ
മാനസിക ബന്ധനങ്ങൾ, അവിശ്വാസത്തിൻ്റെ ബന്ധനങ്ങൾ, തെറ്റായ ചിന്താഗതികളുടെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി തകർന്നു മാറട്ടെ. പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിലേ വിടുതലുള്ളൂ. നോ, പൂർണ്ണ വിശ്വാസം ആവശ്യമാണ്. എന്നാൽ അല്പവിശ്വാസത്തെയും മാനിക്കുന്ന ദൈവം ഈ രാത്രിയിൽ അനേകരെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്പം വിശ്വാസം കാണിക്കുക. ഭയം കാണിക്കാതെ വിശ്വാസം കാണിക്കുക. ഭയം കാണിച്ചാൽ നീ ശത്രുവിനെ ബലപ്പെടുത്തും. വിശ്വാസം കാണിച്ചാൽ നിന്റെ കർത്താവിനെ ബലപ്പെടുത്തും. കർത്താവിന്റെ കരം ബലപ്പെടുവാൻ, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടപ്പെടുവാൻ ഈ രാത്രി വിശ്വാസം കാണിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കമ്പനികളിൽ നിന്നും ജോലിക്കാരെ പിരിച്ചുവിടുന്നത് പോലെ ഇതുവരെ ജീവിതത്തിൽ ജോലി ചെയ്ത ഭയത്തെ പിരിച്ചുവിട. നിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് പിരിച്ചുവിട. വിശ്വാസം പ്രവർത്തിക്കട്ടെ, ധൈര്യം പ്രവർത്തിക്കട്ടെ, ദൈവത്തിലുള്ള ആശ്രയം പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരുടെ ഹൃദയത്തിൽ ദൈവം അടിസ്ഥാനപരമായി ഉറപ്പ് നൽകിയിരിക്കുക. താങ്ക് യു ലോർഡ്. രാത്രിയിൽ വൃക്ഷത്തിൻ്റെ മേലിരുന്ന് ഉറങ്ങിയ ശേഷം പകൽക്കാലങ്ങളിൽ ചിറകടിച്ച് പറന്നു പോകുന്ന പോലെ വിശ്വാസം ഇന്ന് രാത്രി ഹൃദയത്തിൽ ഇരുന്നേച്ച് നാളെ പകൽ സാഹചര്യങ്ങളുടെ മുമ്പിൽ പറന്നു പോകുവാൻ അനുവദിക്കരുത്. നോ, അതിനെ പിടിച്ചുവെക്ക. വിശ്വാസത്തെ പിടിച്ചുവെക്ക. വിശ്വാസത്തെ പിടിച്ചുവെക്കുക. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത്, നിന്റെ വിശ്വാസത്തിന്റെ ഉടയവനും നിന്റെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നതിനുമായ യേശുവിനെ മാത്രം നോക്ക്. വേറെ ഒന്നും നോക്കരുത്, അവനെ മാത്രം നോക്ക്. നിന്റെ സാഹചര്യങ്ങൾ കണ്ടാലും അതിനെ കണക്കുകൂട്ടരുത്. അതിനാവശ്യമില്ലാത്ത അർഹിക്കാത്ത സ്ഥാനം കൊടുക്കരുത്. താങ്ക് യു ജീസസ്. അവന്റെ മുഖം മാത്രം നോക്ക്. കാരണം അവിടെ വിടുതല, അവിടെ ആശ്രയിക്കുന്നവർക്ക് വലിയ പ്രതിഫലമാണ്, വലിയ ജയമാണ്, വലിയ അത്ഭുതങ്ങളാണ്. ഈ രാത്രി രോഗങ്ങൾ അഴിഞ്ഞു മാറിക്കഴിഞ്ഞു. ഹല്ലേലൂയ. നിന്നെ മുക്കുവാൻ വന്ന വെള്ളങ്ങൾ അതിൻ്റെ മേൽ നീ നടന്നുകൊണ്ടിരിക്കുക. നിനക്കറിയത്തില്ല, യു ആർ വാക്കിംഗ് ഓൺ ഇറ്റ്. നീ അതിനെ മേൽ നടക്കുക. കാരണം നിന്റെ ചെറിയ വിശ്വാസത്തെ പോലും ദൈവം മാനിക്കും. നിന്റെ ചെറിയ സ്തോത്രകാഴ്ച പോലും ദൈവം മാനിക്കും. നിന്റെ ചെറിയ ആരാധന പോലും ദൈവം മാനിക്കും. നിന്റെ ചെറുതുപോലും ദൈവം മാനിക്കും. എൻ്റെ ദൈവം വലിയ ദൈവമാകയാൽ, ധനാഢ്യനായ ദൈവമാകയാൽ, കൃപാലുവായ ദൈവമാകയാൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Lord. Thank you Jesus. Thank you Jesus. Thank you Jesus. കർത്താവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അങ്ങ് സംസാരിച്ചു അങ്ങയുടെ രീതികൾക്കായി നന്ദി. അങ്ങ് ഇടപെട്ട അങ്ങയുടെ വചനങ്ങൾക്കായി നന്ദി. ഹൃദയങ്ങളുടെ അകത്ത് ബലം പകർന്നത് കൊണ്ട് നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ അല്പവിശ്വാസത്തെ വർദ്ധിപ്പിച്ച് പൂർണ്ണ വിശ്വാസമാക്കണമേ. അല്പഭയങ്ങളെടുത്ത് മാറ്റണമേ. പൂർണ്ണ വിശ്വാസത്തോടെ വൻകാര്യങ്ങൾ ചെയ്യുവാൻ അല്പവിശ്വാസത്തിൽ വിട്ടുകൊടുക്കാതെ നിലനിൽക്കുവാൻ കൃപ തരണമേ, ബലം തരണമേ. ഈ ഉപവാസം വലിയ വ്യത്യാസങ്ങൾക്ക് കാരണമാണല്ലോ. ഈ ഉപവാസം വലിയ രോഗശാന്തിയുടെ അഭിഷേകം സഭയ്ക്കകത്ത് നിലനിൽക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന താക്കോലാണല്ലോ. അതിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. മരിച്ചവർ കോഫിൻ്റെ അകത്തുനിന്ന് എഴുന്നേൽക്കുവാൻ, ഹല്ലേലൂയ, പെട്ടിക്കകത്തുനിന്ന് എഴുന്നേൽക്കുവാൻ. താങ്ക് യു ലോർഡ്. അത്രയും അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നത് കൊണ്ട് നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്താൽ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ദൈവിക വാഗ്ദത്തങ്ങളൊന്നും ഇല്ലാതാകത്തില്ലല്ലോ. അവയ്ക്കായി നന്ദി. വലിയ ദൈവപ്രവർത്തികൾക്കായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നീട്ടപ്പെട്ട ഭുജത്തിനായി നന്ദി കർത്താവേ. കൈപ്പത്തിയോളം മേഘം പൊങ്ങിക്കഴിഞ്ഞതുകൊണ്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. രഥങ്ങളുടെ മുമ്പിൽ ഓടുവാനുള്ള അഭിഷേകം ഓരോരുത്തരുടെയും കാലുകൾ ദൈവം പകർന്നിരിക്കുകയാൽ ഞങ്ങളങ്ങ് സ്തുതിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് സ്വീകരിക്കുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.